യെസ്. ഇപ്പൊ നമ്മളിനി അടുത്ത കാര്യം സിമ്പിൾ ക്യൂബ് CCBCC 3 യൂണിറ്റ്സ് എന്ന് പറഞ്ഞു. അതിന്റെ പാർട്ടിക്കിൾസിന്റെ എണ്ണം കൗണ്ട് ചെയ്തു. അത് വെച്ച് പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് ചെയ്യാം. തൽക്കാലം പ്രോബ്ലംസ് അവിടെ നിൽക്കട്ടെ, അത് പിന്നെ ചെയ്യാം. ഇനി അടുത്തൊരു പോയിന്റ്, ഈ 3 ക്യൂബിനെയും സംബന്ധിക്കുന്ന വേറൊരു കാര്യം, റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് പാർട്ടിക്കിൾ ആൻഡ് എഡ്ജ് ലെങ്ത് ഓഫ് യൂണിറ്റ്സ്. എന്താണത്? നമ്മൾ ഈ പാർട്ടിക്കിൾ ഈ യൂണിറ്റ്സിന്റെ ഫോം ചെയ്തിരിക്കുന്നത് പാർട്ടിക്കിളിനെ ചേർത്തിട്ടാണല്ലോ നമ്മൾ സങ്കല്പിക്കുന്നത് അല്ലേ? അപ്പൊ അടുക്കാൻ ഉപയോഗിക്കുന്ന ആ പാർട്ടിക്കിളിന്റെ റേഡിയസ്, ഈ കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഇരിക്കുകയാണെങ്കിൽ എല്ലാ പാർട്ടിക്കിളും ഒരേ സൈസ് ഉള്ളതാണ്. അപ്പൊ അതിന്റെ റേഡിയസ്, അതിന് R എന്ന് പറയും. അത് ഈ ഫോം ചെയ്യുന്ന യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത്, ഒരു വക്കിന്റെ നീളം. ക്യൂബ് ആയതുകൊണ്ട് എല്ലാ വക്കുകളും A = B = C, 3 ലെങ്തും സെയിം ആണ് നമ്മൾ പഠിച്ചു. അപ്പൊ അതിന് A എന്ന് മാത്രം പറഞ്ഞാൽ മതി. 3 ലെങ്തും A തന്നെയാണ്. ഇതും A തന്നെയാണ്. ലെങ്തുകൾ ഡിഫറൻസ് ഇല്ല. സോ ഒരു ക്യൂബിന്റെ ഒരു വക്കിന്റെ നീളം എഡ്ജ് ലെങ്ത് എന്നാണ് വിളിക്കുക. ഒരു വക്കിന്റെ നീളം A എന്നെടുത്താൽ ആ Aയും അതുപോലെ അതിനകത്ത് അടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പാർട്ടിക്കിളിന്റെ റേഡിയസിനെ അങ്ങാറത്തില്ല, റേഡിയസ് ഓഫ് പാർട്ടിക്കിൾ, അത് തമ്മിൽ റിലേഷൻ ഏതൊക്കെ തമ്മിലെ റിലേഷൻ? ഒരു ക്യൂബിന്റെ നമ്മൾ സങ്കല്പിക്കുന്ന ക്യൂബിക് യൂണിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ 3 ടൈപ്പ് ക്യൂബിക് യൂണിറ്റ്സ് നമ്മൾ പഠിച്ചു. അതിന്റെ ഏത് ടൈപ്പ് ആയാലും അതിന്റെ ഒരു വക്കിന്റെ നീളത്തെ നമുക്ക് A എന്ന് പറയാം. ആ Aയും ഒരു ക്യൂബിക് യൂണിറ്റ്സിന്റെ ഒരു എഡ്ജിന്റെ നീളം സ്മോൾ Aയും അതിനകത്ത് അടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പാർട്ടിക്കിളിന്റെ റേഡിയസ് R-ഉം സ്മോൾ r തമ്മിൽ റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ആ റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കേണ്ടതാണ്. ഓരോ യൂണിറ്റ് സെല്ലിനും ഓരോ രീതിയിലായിരിക്കും. ആദ്യം ഞാൻ സിമ്പിൾ ക്യൂബിന്റെ അല്ലെങ്കിൽ പ്രിമിറ്റീവ് ക്യൂബിന്റെ കാര്യം പറയാം. പ്രിമിറ്റീവ് ക്യൂബിൽ പാർട്ടിക്കിൾ എവിടെയേ ഉള്ളൂ? കോർണറിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ താഴത്തെ 4 താഴത്തെ കേസ് വിടും. ഈ 4 കോർണറിന്റെ കേസ് വിടും. ഓർക്കാം, ഈ കോർണറിൽ 8-1 എന്ന് പറയുന്ന പോർഷൻ കൊണ്ട് ഇത് ഇവിടെ ഒരു പാർട്ടിക്കിൾ നമുക്ക് ടച്ച് ചെയ്യാതിരിക്കുകയില്ല. ടച്ച് ചെയ്തായിരിക്കുന്നേ, ക്ലോസ്ലി പാക്ഡ് ആണ്. ഇതും തമ്മിൽ ടച്ച് ചെയ്തായിരിക്കുന്നേ. ഇതാ ഇങ്ങനെ 4 വിരൽ ഇങ്ങനെ ചേർത്ത് വെച്ച് കണക്കായിരിക്കുന്നേ 4 കോർണറുകൾ. ഇതേ കണക്ക് മുകളിലത്തെ 4 കോർണർ, ഇതിന്റെ മുകളിൽ നമ്മൾ 4 വിരൽ ചേർത്ത് വെച്ച് കണക്കായിരിക്കുന്നത്. ഇതിന്റെ മുകളിലോട്ട് 4. ഇതെല്ലാം പരസ്പരം ടച്ച് ചെയ്തായിരിക്കുന്നത്, ക്ലോസ്ലി പാക്ഡ് ആണ്. അല്ലാതെ നമ്മൾ ഈ വരച്ചു വെച്ച കണക്ക് ഒരു വലിയ ലെങ്ത് വരച്ചു വെച്ചിട്ട് അപ്പുറം ഓരോ കുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അതല്ല സംഗതി. ടച്ച് ചെയ്തായിരിക്കുന്നത്. വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ടച്ചിങ് ഒക്കെ ഒഴിവാക്കി വരച്ചതേ ഉള്ളൂ. എനിവേ, ഈ കോർണറിലുള്ള 4 പാർട്ടിക്കിൾ ടച്ച് ചെയ്തിരിക്കുമ്പോൾ എങ്ങനെ വരും? ഈ പാർട്ടിക്കിളും ഇതും മ്യൂച്വൽ ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ ഇവിടെയുള്ള പാർട്ടിക്കിൾ ഏകദേശം ഇത്ര ഭാഗത്ത് വരണം. 8-1 ഭാഗമേ കാണുള്ളൂ. പക്ഷെ സെന്റർ തൊട്ട് ആ 8-1 ഭാഗം തന്നെ നിൽക്കും. ഇതിന്റെ 8-1 ഇങ്ങനെ നിൽക്കും, ഇവിടുത്തെ 8-1 ഇങ്ങനെ നിൽക്കും, ഇവിടുത്തെ 8-1 ഇങ്ങനെ നിൽക്കും. ഇത് 4 ടച്ച് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഇതേ കിടക്കും. ഒരു ഫേസിന്റെ ക്യൂബിന്റെ ഫുള്ളല്ല, ഒരു ഫേസിന്റെ രൂപ ഏകദേശം അതിൽ വരും. ഈ കോർണറിലുള്ള 8-1 പോർഷൻ, ഈ കോർണറിലുള്ള 8-1 പോർഷൻ ആദ്യം ഭാഗം, പിന്നെ രണ്ടാമത്തെ കോർണറിലുള്ള ഈ കോർണറിലുള്ള 8-1 ആണെന്നുണ്ട് ഇതിലോട്ട്. ഇങ്ങനെ ഓരോ ഫേസ് ഇവിടുത്തെ ഈ ഫേസിന്റെ മാത്രം ചിത്രമല്ല, ഈ ഫേസ് എടുത്താലും ഇവിടെ ഇങ്ങനെ 8-1 വീതം ചേർന്ന് നിർണ്ണയിക്കും. അപ്പൊ ഓരോ ഫേസും ഈ രീതിയിലായിരിക്കും. അതിപ്പോ നമുക്ക് സിമ്പിൾ ആയിട്ട് റിലേഷൻ പറയാം. ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു വക്കിന്റെ നീളം, ഒരു വക്കിന്റെ നീളം ഇവിടെ മുതൽ ഒരു വക്ക്, ഏത് കണക്കിലും എടുക്കാം, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇവിടെ മുതൽ ഇതുവരെയുള്ള വക്കിന്റെ നീളം A എന്ന് പറയുന്നത് 2 പാർട്ടിക്കിളിന്റെ റേഡിയസ്, 2 റേഡിയസ്. ഈ ഇരിക്കുന്ന പാർട്ടിക്കിളിന്റെ ഒരു റേഡിയസ്, ഈ ഇരിക്കുന്ന പാർട്ടിക്കിളിന്റെ ഒരു റേഡിയസ് ഉണ്ടാകുന്ന A=2R. ഇത് ഫുൾ പാർട്ടിക്കിൾ വരയ്ക്കാത്ത കാര്യം ഇതിന്റെ 8-1 മാത്രമേ ഇതിനകത്തുള്ളൂ. സെന്റർ മുതൽ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 8-1 പോർഷൻ ഇതിനകത്തുള്ളൂ, ബാക്കിയൊക്കെ വെളിയിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതെല്ലാം ഓരോ ഈ കോർണറിൽ ഇരിക്കുന്ന പാർട്ടിക്കിളിന്റെ ഒരു ഭാഗമാണിത്. ഈ കോർണറിൽ ഇരിക്കുന്ന പാർട്ടിക്കിളിന്റെ ഒരു ഭാഗമാണിത്. അപ്പൊ ഈ 2 പാർട്ടിക്കിളിന്റെ തമ്മിൽ ജോയിൻ ചെയ്ത് ടച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ 2 പാർട്ടിക്കിൾ ചേരുന്നതാണ് ഒരു എഡ്ജ്. അപ്പൊ ഈ പാർട്ടിക്കിളിന്റെ ഒരു റേഡിയസ്, ഈ പാർട്ടിക്കിളിന്റെ ഒരു റേഡിയസ്. ഓക്കെ, അപ്പോ 2 കൂടെ ചേർന്ന് 2 റേഡിയസ് ചേർന്ന് ഈ ഒരു എഡ്ജ് ഫോം ചെയ്ത് ഏത് എഡ്ജ് ആണെങ്കിലും ഇതിന്റെ ഒരു റേഡിയസ്, ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഡിയസ്, ഈ ഒരു റേഡിയസ്. അപ്പൊ ഏത് എഡ്ജ് നോക്കിയാലും, ഏത് A നോക്കിയാലും അത് 2R ചേർന്നാണ് ഉണ്ടാകുന്നത്. സോ A=2R എന്നാണ് റിലേഷൻ. A=2R. സിമ്പിൾ ക്യൂബിന് എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് അതിനകത്ത് അടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പാർട്ടിക്കിളിന്റെ റേഡിയസിന്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് ഫേസ് സെന്റേഡ് ക്യൂബ്. ഫേസ് സെന്റേഡ് ക്യൂബ് ആകുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കിയേ. ഫേസ് സെന്റേഡ് ക്യൂബ് ആകുമ്പോൾ കോർണറിൽ മാത്രമല്ല പാർട്ടിക്കിൾ, ഫേസ് സെന്ററിലൂടെ വരും.
അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ 8-1 ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്നത്, ഇവിടുത്തെ 8-1, ഇവിടുത്തെ 8-1, ഇവിടുത്തെ 8-1, ഇവിടെ ടച്ച് ചെയ്ത് പരസ്പരം ടച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു എന്ന് വിചാരിച്ചു. അതിന്റെ ഇടയ്ക്ക് ആ ഫേസിന്റെ സെന്ററിലോട്ട് ഞാൻ ഒരു പാർട്ടിക്കിളിനെ തള്ളി കയറ്റി കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ഫുൾ ഒരു പാർട്ടിക്കിളിന്റെ പകുതി ഇതിനുള്ളിൽ വരും, പകുതി അപ്പുറത്ത് വരും. നമ്മൾ പറഞ്ഞു 1/2 ആണ്. സോ പകുതി നെടുകെ മുറിച്ച ഒരു തണ്ണിമത്തൻ, ആ തണ്ണിമത്തന്റെ ഒരു പകുതി പീസ് ആ കർവിന്റെ സർഫസ് അകത്തോട്ട് തള്ളി കയറ്റി ഇങ്ങനെ അടച്ചു വെക്കുകയാണെന്ന് വിചാരിച്ചു. സ്വാഭാവികമായിട്ട് ഈ കോർണർ ഇരിക്കുന്ന 4 പാർട്ടിക്കിൾ തമ്മിൽ അകന്നാലല്ലേ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഈ കോർണർ ഇരിക്കുന്ന 4 പാർട്ടിക്കിൾ ഒന്ന് അകന്നിട്ട് വേണം ഈ നമ്മുടെ മധ്യത്ത് കയറ്റിയ പകുതി ഭാഗത്തെ ഉൾക്കൊള്ളാൻ. അപ്പോൾ ഏകദേശം ഇതിനെ വരാം. അതായത് ഫേസ് സെന്റഡ് ക്യൂബിന്റെ ഒരു ഫേസ് നോക്കിയാൽ ഏതാണ്ട് ഇതേപോലെ ആയിരിക്കും ഇരിക്കുക. കോർണറിലുള്ള 4 പാർട്ടിക്കിൾ അകന്ന് ഇവിടെ ടച്ച് ചെയ്തായിരുന്നത് ഇവിടെ അകന്നു പോകും, കുറച്ച് അകലെ. ഇതിനകലെ ഈ മധ്യത്തുള്ള ഒരു പാർട്ടിക്കിളിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി അത് അകന്നാലേ പറ്റൂ, ഒന്ന് തിരിഞ്ഞു കൊടുത്താലേ പറ്റുള്ളൂ. സോ ഇതേ കണക്കായിരിക്കും ഫേസ് സെന്റഡ് ക്യൂബിലേക്ക്. അതായത് കോർണറിലുള്ള 4 പാർട്ടിക്കിൾ, ഇത് ഫേസ് സെന്ററിലുള്ള പാർട്ടിക്കിൾ. സോ ക്യാൻ യു ഗിവ് എ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ആർ? ഇത് പ്രയാസമാണ്. കാര്യം എ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലെങ്ത് അല്ല. ഇവിടെ ആണെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു റേഡിയസ് പിന്നെ ഒരു റേഡിയസ്, 2 റേഡിയസ് ചേരുന്നതാണ് എ. അതുകൊണ്ട് A7 എന്ന് പറയാൻ പറ്റി. പക്ഷെ ഇവിടെ അത് പറ്റില്ല. കാര്യം ഒരു റേഡിയസ്, 2 റേഡിയസ്, പിന്നെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കിടക്കുന്നു. ഗ്യാപ്പ് കിടക്കുന്നതുകൊണ്ട് അത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എന്താ വഴി വേറെ ഒന്നുമല്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. ഈ ലെങ്ത് കണ്ടിന്യൂസ് അല്ല, ഓക്കെ. പക്ഷേ ഈ ഫേസിന് എക്രോസ് ആയിട്ട് വരയ്ക്കുന്ന ഈ ഡയഗണൽ, ഇവിടെ മധ്യത്തോട് നിൽക്കുകയാണ്. ഈ ഡയഗണൽ, ഇങ്ങനെ വരയ്ക്കുന്ന ഡയഗണൽ കണ്ടിന്യൂസ് ആണ്. ഈ ഡയഗണൽ എത്രയായിരിക്കും? ഇത് എ, ഇത് എ, ഇതൊരു എഡ്ജ്, അടുത്ത എഡ്ജ്, ഇത് എ, ഇത് എ. അപ്പൊ ഇത് എത്രയായിരിക്കും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ √(a² + a². കാരണം എന്ന് പറയുന്നത് √(പാദം²+ലംബം² അല്ലേ? അപ്പൊ ഇത് എന്ന് പറയുന്നത് √(a² + a² ആയിരിക്കും ഡയഗണൽ ലെങ്ത്. അതായത് √2a², a² + a², 2a², അതായത് √2a. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് a ആണെങ്കിൽ, ഇത് a ആണെങ്കിൽ അതിന് എക്രോസ് ആയിട്ട് വരയ്ക്കുന്ന ഡയഗണൽ, ആ ഫേസിന് എക്രോസ് ആയിട്ട് വരയ്ക്കുന്ന ഡയഗണൽ √2a ആയിരിക്കും. ആ √2a എന്ന് പറയുന്നത് ഇവിടെ എത്ര റേഡിയസ് ചേർന്നുണ്ടാവുന്നത് നോക്കി. √2a ഈസ് ഈക്വൽ ടു ഈ ലെങ്തിന് നമുക്ക് √2a എന്ന് പറഞ്ഞൂടെ? ഇതും a ആണെങ്കിൽ √2a. This √2a is equal to എത്ര റേഡിയസ്? ഈ ലെങ്ത് ഉണ്ടാകുന്ന എത്ര റേഡിയസ് ചേർന്നിട്ടാ? ഒരു റേഡിയസ്, 2 റേഡിയസ്, പിന്നെ മധ്യത്തുള്ള സ്ഫിയറിന്റെ 2 റേഡിയസ് അല്ലേ? ഇവിടെ നിങ്ങളുടെ റേഡിയസ്, സെൻട്രോട്ട് ഇങ്ങോട്ട് റേഡിയസ്, സെൻട്രോട്ട് ഇങ്ങോട്ട് റേഡിയസ്. അപ്പൊ മധ്യത്തിൽ വരുന്ന സ്ഫിയറിന് 2 റേഡിയസ് ഉണ്ട്. അതിന് 2 റേഡിയസ്, ഇതിന്റെ റേഡിയസ്, അങ്ങനെ √2a ഫോം ചെയ്തിട്ടുള്ളത് 4r, അഥവാ a = 4r/√2. അവിടെ ആദ്യത്തെ കേസിലാണെങ്കിൽ a = 2r ആയിരുന്നു റിലേഷൻ. സിമ്പിൾ ക്യൂബിന്റെ റിലേഷൻ a = 2r ആയിരുന്നു. ഫേസ് സെന്റഡ് ക്യൂബിന് √2a = 4r. കാര്യം ഇവിടെ എഡ്ജ് കണ്ടിന്യൂസ് അല്ല, പകരം ഫേസ് ഡയഗണൽ ആണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ലെങ്ത്. ആ ഫേസ് ഡയഗണൽ √2a ആയിരിക്കും. a എഡ്ജ് ലെങ്തുള്ള ഒരു ക്യൂബിന്റെ ഫേസിന് അക്രോസ് ആയിട്ട് വരയ്ക്കുന്ന ഡയഗണൽ √2a ആയിരിക്കും. ആ √2a ഫോം ചെയ്തിരിക്കുന്നത് 4 റേഡിയസുകൾ ചേർന്നിട്ടാണ്. സോ √2a = 4r ആണ് റിലേഷൻ. √2a = 4. ഇത് ഓർത്തിരുന്നു. സിമ്പിൾ ക്യൂബിന് a = 2r, ഫേസ് സെന്റഡ് ക്യൂബിന് √2a = 4r. അന്ന് a = 4r/√2. ഇനി മൂന്നാമത്തെ സാധനം ബോഡി സെന്റഡ് ക്യൂബ്. അത് ഈ ബോർഡിൽ വരച്ച് കാണിക്കാൻ വലിയ പാടാണ്. ഞാൻ നിങ്ങൾക്ക് കാര്യം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അത് മാക്സിമം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇല്ലെങ്കിൽ ആ റിലേഷൻ കാണാൻ പഠിച്ചാൽ ഇപ്പൊ ഇവിടെ ഇത്രയും ഡീറ്റെയിൽ പഠിക്കണമെന്നില്ല. സിമ്പിൾ ക്യൂബിന് a = 2r, FCCക്ക് √2a = 4r എന്ന് കാണാതെ ഓർത്തിരുന്നാലും മതി. അല്ലെങ്കിൽ അതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ബോഡി സെന്റഡ് ക്യൂബിന്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ √3a = 4r എന്നാണ് വരുന്നത്. √3 അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകണം. ജസ്റ്റ് ശ്രദ്ധിച്ച് പ്രതികരിക്കുക. അപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നിട്ട് ആ കാര്യം കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ കാണാൻ പഠിക്കുക. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ബോഡി സെന്റഡ് ക്യൂബ് ആകുമ്പോൾ പാർട്ടിക്കിൾ എങ്ങനെ ഇരിക്കും? അതൊരു ഊഹമാണ്.
കോർണറിൽ ഇവിടെ ഒന്ന് ഇവിടെ 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 8-1 വീതം സെന്റർ കണക്കാക്കി 8ആയിട്ട് മുറിച്ച് അതിൻ്റെ 8-1 വീതം സാധനങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ 8-1 വീതം 4 നിൽപ്പുണ്ട്, കോർണറിലുണ്ട്. ഇനി അല്ലാതെ ഈ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അകത്തായിട്ട് ഒരു ഫുൾ ക്യൂബ് ഇരിപ്പുണ്ട്. ഫുൾ ക്യൂബ് ഇപ്പം ഇവിടെ 8-1 ഇവിടെ 8-1 ഇവിടെ 8-1 ഇവിടെ 8-1 താഴെ 4 ഭാഗത്ത് 8-1 പിന്നെ മധ്യത്തിൽ ഒരു ഫുൾ ക്യൂബ്. നിങ്ങൾ സങ്കല്പിക്കുക, ഒരു ഫുൾ തണ്ണിമത്തൻ ഇങ്ങനെ എടുത്തിട്ട് ആ ഫുൾ തണ്ണിമത്തൻ്റെ മോൾ ഭാഗത്ത് അതിൻ്റെ 8-1 പീസുകൾ 4 ഒട്ടിച്ചു വെച്ചു, ഒരു ക്യൂബ് കണക്ക് ഒട്ടിച്ചു വെച്ചു. ആ ഫുൾ തണ്ണിമത്തൻ്റെ താഴ്ഭാഗത്തും അതേ കണക്ക് 8-1 പീസുകൾ 4 ഒട്ടിച്ചു വെച്ചു. പശയിട്ട് ഒട്ടിച്ച് വിചാരിച്ചു ഒരു ഫുൾ തണ്ണിമത്തൻ ഫുള്ളായിട്ട് ഇരിപ്പുണ്ട്, അതാണ് ക്യൂബിൻ്റെ സ്വന്തമാണ്. എന്നിട്ട് വേറെ തണ്ണിമത്തനെ എടുത്ത് 8ആയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് മുറിക്കുമ്പോൾ 8ആവുമല്ലോ. ഇങ്ങനെ മുറിക്കുക, എക്സ് ആക്സിൽ, വൈ ആക്സിൽ മുറിക്കുക, സെഡ് ആക്സിൽ മുറിക്കുക. അപ്പം മൊത്തം 8 പീസ് കിട്ടും. മുകളിൽ 4 പീസ്, താഴെ 4 പീസ്. ആ താഴത്തെ 4 പീസ് എടുത്ത് മുകളിൽ ഒട്ടിച്ചു വെച്ചു 4 സ്ഥലത്തായിട്ട്. എന്താണ് താഴത്തെ 4 പീസ് എടുത്ത് മുകളിൽ അതേ കണക്ക ക്യൂബ് കണക്ക് ഒട്ടിച്ചു വെച്ചു. മുകളിൽ ഇങ്ങനെ ചരിഞ്ഞ് താഴോട്ടിരിക്കുന്ന 4 പീസ് എടുത്ത് താഴെ ഒട്ടിച്ചു വെച്ചു. അപ്പം നിങ്ങൾക്കൊരു ക്യൂബ് കിട്ടും. അതാണ് ബോഡി സെന്റേഡ് ക്യൂബ്. സങ്കല്പം മനസ്സിലായോ? അതിൽ കണ്ടിന്യൂസ് ലെങ്ത് ആയിട്ട് വരുന്ന ലെങ്ത് ഏതാണ്? ഈ 8-1 തമ്മിൽ ടച്ച് ചെയ്യില്ല, കാര്യം മധ്യത്തിരിക്കുന്ന ക്യൂബിൽ ഒട്ടിച്ച് വെക്കുമ്പോഴത്തേക്ക് ഇത് അകന്നകന്നേ ഇരിക്കുള്ളൂ. ഇനി ഫേസ് ഡയഗണൽ കണ്ടിന്യൂസ് ആണെന്ന് വെച്ചാൽ സിമ്പിൾ ക്യൂബിൽ ഇത് തന്നെ എ തന്നെ കണ്ടിന്യൂസ് ആയിരുന്നു, A സമയം 2R ആയിരുന്നു. FCC വരച്ചപ്പോൾ നമ്മൾ എ കണ്ടിന്യൂസ് അല്ലെങ്കിലും ഫേസ് ഡയഗണൽ √2A സമം 4R നമുക്ക് പറയാൻ പറ്റി. പക്ഷെ ഇവിടെ ഇത് രണ്ടും പറയാൻ പറ്റില്ല, കാര്യം ഈ 8-1 പീസുകൾ ടച്ച് ചെയ്തല്ലേ ഇരിക്കുന്നത്, ഗ്യാപ്പുണ്ട്. അതുപോലെ ഈ ഇവിടത്തെ 8-1 ഇവിടത്തെ 8-1 പിന്നെ ഇവിടെ ഉള്ളത് ഒട്ടിച്ചു വെച്ചാലും ഈ അകത്തിരിക്കുന്ന സ്ഫിയറിന്റെ ഒരു കർവ്ഡ് സർഫസ് ആണ് മോളിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. സോ അളക്കാൻ പറ്റുന്നത് എന്താ? ഈ ബോഡിക്ക്, ഈ ക്യൂബിന്റെ ബോഡിക്ക് കുറുകെ വരയ്ക്കുന്ന ഡയഗണൽ, എന്താ ബോഡി ഡയഗണൽ എന്ന് പറയും. ബോഡി ഡയഗണൽ അതേതാ? ഇതാ ഈ ക്യൂബിന്റെ ഈ കോർണറും ഇതിവിടെ ഇല്ലെന്ന് വിചാരിച്ചു, ഇവിടെ സൗകര്യം വേണ്ടി മടക്കി വയ്ക്കാം. ഈ കോർണർ ഇരിക്കുന്ന പാർട്ടികളും അതിന്റെ ഓപ്പോസിറ്റ് കോർണർ ഇതല്ല, ഇത് ഫേസിന്റെ ഓപ്പോസിറ്റ് കോർണറാണ്. ഈ ബോഡിയുടെ ഓപ്പോസിറ്റ് കോർണർ ഇതാണ്. ഇത് തമ്മിൽ ഉള്ള ലെങ്ത് നോക്കുക, ക്ലിയർ ആണോ? ഈ ലെങ്ത് കണ്ടിന്യൂസ് ആയിരിക്കും, കാര്യം മധ്യത്ത് ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന 8-1 പീസിന്റെ സെന്റർ മുതൽ ഒരു റേഡിയസ് പോയി പിന്നെ മധ്യത്തിരിക്കുന്ന ഫുൾ സ്ഫിയറിന്റെ കുറുകെ കൃത്യം സെന്ററിൽ കൂടെ തുളഞ്ഞു കയറി അപ്പുറത്തെ 8-1 പീസിൽ പോയി അവസാനിക്കുന്നതാണ് ഈ ലെങ്ത് അല്ലേ? ബോഡി ഡയഗ്രാം തന്നെ എടുക്കുക. ഇത് മാത്രമല്ല, ഇങ്ങനെ എടുത്താലും മതി. ഈ കോർണറും തമ്മിൽ എടുത്താലും മതി. അവിടുത്തെ 8-1 പിന്നെ മധ്യത്തിരിക്കുന്ന ഫുൾ സ്ഫിയറിൽ തുളഞ്ഞു കയറി ഇവിടത്തെ 8-1 വന്ന് അവസാനിക്കുന്നതായിരിക്കും ബോഡി ഡയഗ്രാം. ഓക്കെ, അത് എത്ര റേഡിയസ്? ബോഡി ഡയഗ്രാമിൽ എത്ര റേഡിയസ് ചെയ്യുന്നു? ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് ഇവിടത്തെ 8-1 ഒരു റേഡിയസ്, മധ്യത്തിരിക്കുന്ന ഫുൾ സ്ഫിയറിന്റെ ബോഡി സെന്റേഡ് ക്യൂബാണ്, ഓർക്കണം. ഫുൾ സ്ഫിയറിന്റെ 2 റേഡിയസിലൂടെ 2 റേഡിയസ് ഉണ്ട്. ഫുൾ സ്ഫിയറിൽ കൂടെ തുളയുമ്പോൾ 2 റേഡിയസ് ആയില്ലേ? 2 റേഡിയസ്, ഇവിടത്തെ ഒരു റേഡിയസ്, അങ്ങനെ ഒരു റേഡിയസ് പിന്നെ 2 റേഡിയസ് പിന്നെ ഇവിടത്തെ ഒരു റേഡിയസ്, ഇവിടത്തെ ഒരു റേഡിയസ്, മധ്യത്തുള്ള 2 റേഡിയസ് പിന്നെ ഇവിടത്തെ റേഡിയസ്, അങ്ങനെ 4 റേഡിയസ് ചേരുന്നതാണ് ഈ ലെങ്ത്. ബോഡി ഡയഗ്രാം. A എഡ്ജ് ലെങ്ത് ഉള്ള ഒരു ക്യൂബിന്റെ ബോഡി ഡയഗ്രാം എത്രയായിരിക്കും? A എഡ്ജ് ലെങ്ത് ഉള്ള ഒരു ക്യൂബിന്റെ ഫേസ് ഡയഗ്രാം √2A ആണ്. A എഡ്ജ് ലെങ്ത് ഉള്ള ഒരു ക്യൂബിന്റെ ബോഡി ഡയഗ്രാം √3A ആണ്. എങ്ങനെ വരോടേത് നോക്കി, ഒരു മട്ടത്രികോണം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ സങ്കല്പിക്കുക. എങ്ങനെയാണ്? ഈ ഒരു എയും ഇതേതാ? ഇത് ഫേസ് ഡയഗ്രാം √2Aയും ഇത് A. ഈ എയും ഈ √2Aയും ഇതിനും കൂടെ ചേർത്തിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ സങ്കല്പിച്ചുകൂടെ? A √2Aയും ഇതും കൂടെ ചേർത്ത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ സങ്കല്പിക്കുക. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, √ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? പാദം ഏതാ? ഈ ലെങ്തിന്റെ പാദം എന്ന് പറയുന്നത് ഇതല്ലേ? ഇത് എത്രയായിരിക്കും? √2A. അപ്പൊ √2A സ്ക്വയർ എത്ര? √2A ഹോൾ സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടും? 2A സ്ക്വയർ അല്ലേ? √2A ഹോൾ സ്ക്വയർ 2A സ്ക്വയറും പിന്നെ ഇതേതാ? എയുടെ സ്ക്വയർ എത്ര? A സ്ക്വയർ. അപ്പൊ 2A സ്ക്വയറും A സ്ക്വയറും കൂടെ ചേരുമ്പോഴത്തേക്ക് 3A സ്ക്വയർ. 3A സ്ക്വയറിന്റെ റൂട്ടായിരിക്കും അതായത് √3A. സോ
ചുരുക്കത്തിൽ നിങ്ങൾ ഓർത്തിരിക്കുക, ബോഡി സെന്റേഡ് ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ എഡ്ജ് കണ്ടിന്യൂസ് അല്ല, ഫേസ് ഡയഗണൽ കണ്ടിന്യൂസ് അല്ല, പിന്നെ ബോഡി ഡയഗണലാണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പൊ ബോഡി ഡയഗണൽ എന്ന് പറയുന്നത് √3a ആണ്. അത് 4 റേഡിയസിലാണ് ഉണ്ടാകുന്നത്. ഒരു കോർണറില ഒരാറ്, അടുത്ത കോർണറില അടുത്ത ആറ്, മധ്യത്തിരിക്കുന്ന ഫുൾ സ്ഫിയറിന്റെ 2 ആറ്, 4 ആറ് ചേർന്നിട്ടാണ് ഏത് ഫോം ചെയ്യുന്നത്? √3a ഫോം ചെയ്യുന്നത്. അപ്പൊ a = 4r/. ഫൈനലി നിങ്ങൾ ഒരു ക്യൂബ് എടുത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക, സിമ്പിൾ ക്യൂബിനെ സംബന്ധിച്ച് എഡ്ജ് തന്നെ കണ്ടിന്യൂസ് ആണ്, a = 2r. FCCക്ക് എഡ്ജ് കണ്ടിന്യൂസ് അല്ല, പകരം ഫേസിന് അക്രോസ് ആയിട്ട് വരയ്ക്കുന്ന ഡയഗണൽ കണ്ടിന്യൂസ് ആണ്. അതായത് ഫേസ് ഡയഗണൽ √2a കണ്ടിന്യൂസ് ആണ്, √2a = 4r. BCCക്ക് ബോഡി ഡയഗണൽ √3a ആണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്, √3a = 4r. മനസ്സിലായോ? സിമ്പിൾ ക്യൂബിന് a തന്നെ കണ്ടിന്യൂസ് ആണ്, a = 2r. FCCക്ക് ഫേസ് ഡയഗണലായ √2a ആണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്, അപ്പൊ √2a = 4r. ഇനി BCC ആകുമ്പോഴത്തേക്ക് ബോഡിക്ക് കുറുകെ വരയ്ക്കുന്ന ബോഡി ഡയഗണലാണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. ആ ബോഡി ഡയഗണൽ √3a = 4r. ഓക്കെ, 3 റിലേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. യെസ്, ഇനി അടുത്ത ഒരു കാര്യം കൂടി ഈ യൂണിവേഴ്സിനെ കുറിച്ച് പറയാം. ഇപ്പൊ 3 ടൈപ്പ് യൂണിവേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിമ്പിൾ ക്യൂബിനെ സംബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞു? സിമ്പിൾ ക്യൂബിനകത്ത് പാർട്ടിക്കിൾസ് കാണപ്പെടുന്ന കോർണേഴ്സിൽ മാത്രമാണ്. ഒരു യൂണിറ്റ്സിലെ പാർട്ടിക്കിളിന്റെ എണ്ണം 1 ആണ്, 1/8 എന്ന് പറഞ്ഞ് വണ്ണം കൊടുക്കുന്നു. സിമ്പിൾ ക്യൂബിൽ എയും ആറും തമ്മിലുള്ള റിലേഷൻ, എയും ആറും തമ്മിലുള്ള റിലേഷൻ എന്താ? a = 2r. ഇനി FCCയിൽ പാർട്ടിക്കിൾ കാണപ്പെടുന്നത് കോർണേഴ്സിലും ഫേസ് സെന്റേഴ്സിലുമാണ്. അതിന്റെ ഇസഡ് വാല്യൂ, FCCയുടെ ഇസഡ് വാല്യൂ 4 ആണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ്സിന്റെ ഇസഡ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്ത 4 ആണ്. ഇനി അടുത്ത റിലേഷൻ എയും ആറും തമ്മിലുള്ള റിലേഷൻ √2a = 4r അല്ലെങ്കിൽ a = 4r/√2 ആണ്. മൂന്നാമത് ബോഡി സെന്റേഡ് ക്യൂബിനെ കുറിച്ച്. ബോഡി സെന്റേഡ് ക്യൂബിനകത്ത് പാർട്ടിക്കിൾ കോർണറിലും ബോഡി സെന്ററിലും കാണപ്പെടുന്നു. ഇസഡ് വാല്യൂ 2 കിട്ടും, 1/8 × 8 ഒന്നും കൂടെ ചേർത്ത് 2 കിട്ടും. എയും ആറും തമ്മിലുള്ള റിലേഷൻ √3a = 4r എന്നുള്ളതാണ് അടുത്ത റിലേഷൻ, അല്ലെങ്കിൽ a = 4r/√3 എന്ന് കിട്ടും. ഇതിൽ a എന്ന് പറഞ്ഞാൽ എന്താ? എഡ്ജ് ലെങ്ത്, സങ്കല്പിച്ചുണ്ടാക്കുന്ന ക്യൂബിന്റെ ഒരു വക്കിന്റെ നീളമാണ് a. r എന്ന് പറയുന്നത് നമ്മൾ അടുക്കാൻ ഉപയോഗിക്കുന്ന പാർട്ടിക്കിളിന്റെ റേഡിയസ്, അതിനുള്ളിലുള്ള പാർട്ടിക്കിളിന്റെ റേഡിയസ് ആണ് r. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ഓരോ യൂണിറ്റ്സിന്റെയും പാക്കിംഗ് ഫ്രാക്ഷൻ, പാക്കിംഗ് എഫിഷ്യൻസി ഓരോ യൂണിറ്റ്സിലും കണ്ടുപിടിക്കണം. അതിന് മുമ്പ് അത് എന്താണെന്ന് പഠിക്കേണ്ടി വരും. എന്താണ് പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് സെൽ എടുത്താൽ അതിന്റെ ഒരു വാക്കിന്റെ നീളം a ആണെങ്കിൽ, ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് നമ്മൾ പരിഗണിക്കുന്നത്, a ആണെങ്കിൽ അതിനകത്തുള്ള ടോട്ടൽ വോളിയം അവൈലബിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും a³ ആയിരിക്കും. ഡൗട്ട് ഇല്ലാത്ത കാര്യമാണ്. a എഡ്ജ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ക്യൂബിന്റെ ടോട്ടൽ വോളിയം a³ ആയിരിക്കും. ഈ മുഴുവൻ വോളിയത്തിലും പാർട്ടിക്കിൾ ഒരിക്കലും ഉണ്ടാവില്ല. കാര്യം പാർട്ടിക്കിൾ സ്ഫെറിക്കൽ ഷേപ്പാണ്, സ്ഫിയറുകളാണ്. ആ സ്ഫിയറുകൾ എങ്ങനെയൊക്കെ ചേർത്ത് വെച്ചാലും ചേരില്ല, ഇടയ്ക്ക് ഗ്യാപ്പ് വരും. കുറച്ച് ഗോലി നിങ്ങളെ തന്നിട്ട് ഗ്യാപ്പില്ലാതെ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എടുക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങനെയൊക്കെ ചേർത്ത് വെച്ചാലും അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഒരു ക്യൂബിനകത്തുള്ള മുഴുവൻ വോളിയവും പാർട്ടിക്കിൾസിന് ഒക്കുപൈ ചെയ്യാൻ പറ്റില്ല. അവിടെ കുറച്ച് വേക്കൻറ്റ് സ്പേസസ് കാണും. അതിനർത്ഥം ഒരു ക്യൂബിനകത്ത് ഉള്ള വോളിയത്തിന്റെ ഒരു ചെറിയ ഭാഗം, പോർഷൻ മാത്രമേ, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഒരു പോർഷൻ മാത്രമേ പാർട്ടിക്കിൾസ് ഒക്കുപൈ ചെയ്യുന്നുള്ളൂ. ആ റേഷ്യോ, അതിന്റെ റേഷ്യോ എടുത്തത് അതിനാണ് പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് സെല്ലിനകത്ത് പാർട്ടിക്കിൾസ് ഒക്കുപൈ ചെയ്യുന്ന വോളിയവും അവൈലബിൾ വോളിയവും തമ്മിലുള്ള റേഷ്യോയാണ് പാക്കിംഗ് ഫ്രാക്ഷൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഒക്കുപൈഡ് ബൈ പാർട്ടിക്കിൾസ് ടു വോളിയം അവൈലബിൾ. മൊത്തം വോളിയം ഉള്ളതിൽ മൊത്തം വോളിയത്തിൽ എന്തായാലും പാർട്ടിക്കിൾസ് കാണില്ല. കുറച്ച് ഭാഗത്ത് പാർട്ടിക്കിളാണ്, കുറച്ച് ഭാഗം ഫ്രീ ആയിട്ട് കിടക്കുകയായിരിക്കും, ഗ്യാപ്പ് ആയിട്ട് കിടക്കുകയായിരിക്കും. ക്ലോസ്ലി പാക്കഡ് ആണെങ്കിലും അതിന് സ്ഫിയറുകൾ അടിക്കടിക്ക് വരുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ്, സ്ഫിയർ എങ്ങനെയൊക്കെ അടിക്കാനും ഗ്യാപ്പ് വരും, ഗ്യാപ്പിൽ അടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിനകത്തുള്ള മൊത്തം വോളിയത്തിൽ ഒരിക്കലും പാർട്ടിക്കിൾസ് മുഴുവനായിട്ടുണ്ടാവില്ല, അവിടെ കുറച്ച് വേക്കൻറ്റ് സ്പേസ് കാണും. അപ്പം
മൊത്തം വോളിയത്തിൽ ഒരു ഭാഗം മാത്രമേ പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്യുന്നുള്ളൂ. ആ പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയവും അവിടുത്തെ ടോട്ടൽ വോളിയം തമ്മിലുള്ള റേഷ്യോ എടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് പാക്കിംഗ് ഫ്രാക്ഷൻ. ക്ലിയർ ആണോ? വോളിയം is the ratio of volume occupied by particles to the total volume available. ഇനി ഈ പാക്കിംഗ് ഫ്രാക്ഷൻ ഒരു ഫ്രാക്ഷൻ ആണ്. അതിന്റെ വാല്യൂ ലെസ് ദാൻ ഉണ്ടായിരിക്കും അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഒരു ഒന്നിനേക്കാൾ കുറവായിരിക്കും. കിട്ടാവുന്ന മാക്സിമം വാല്യൂ ഒന്നാണ്. കാര്യം എ ക്യൂബ് വോളിയമാണ് ആകെ അവൈലബിൾ. അത് മുഴുവൻ പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യുന്നുവെങ്കിൽ എ ക്യൂബ് തന്നെ മുകളിലും കിട്ടും. വോളിയം ഒക്കുപ്പൈഡ് എ ക്യൂബ് തന്നെ. അപ്പോൾ എ ക്യൂബ് ബൈ എ ക്യൂബ് 1 വരാം. അതൊരിക്കലും സംഭവിക്കില്ല. മുഴുവൻ വോളിയം ഒരിക്കലും ഒക്കുപ്പൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ഒന്നിനേക്കാൾ കുറവായിരിക്കും പാക്കിംഗ് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചിരുന്നത്. ആ പാക്കിംഗ് ഫ്രാക്ഷനെ നിങ്ങൾ 100 കൊണ്ട് ഗുണിച്ചാൽ പെർസെന്റേജ് ഓഫ് വോളിയം ഒക്കുപ്പൈഡ് കിട്ടും. മറ്റേത് ഫ്രാക്ഷൻ ഓഫ് വോളിയം ഒക്കുപ്പൈഡ് ബൈ പാർട്ടിക്കിൾ. നേരത്തെ പാക്കിംഗ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് വോളിയം ഒക്കുപ്പൈഡ് ബൈ പാർട്ടിക്കിൾസ് കിട്ടും. ആ പാക്കിംഗ് ഫ്രാക്ഷനെ 100 കൊണ്ട് ഗുണിച്ചാൽ പെർസെന്റേജ് ഓഫ് വോളിയം ഒക്കുപ്പൈഡ് ബൈ പാർട്ടിക്കിൾസ് കിട്ടും. ആകെയുള്ള വോളിയത്തിൽ എത്ര പെർസെന്റേജ് ആണ് പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്യുന്നത് എന്നുള്ളത് കിട്ടും. അത് പാക്കിംഗ് എഫിഷ്യൻസി. ഫ്രാക്ഷനായിട്ട് റെപ്രസെന്റ് ചെയ്താൽ പാക്കിംഗ് ഫ്രാക്ഷൻ. ആ ഫ്രാക്ഷനെ 100 കൊണ്ട് ഗുണിച്ചാൽ അത് പെർസെന്റേജിലേക്ക് മാറും. അത് പാക്കിംഗ് എഫിഷ്യൻസി. രണ്ട് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പാക്കിംഗ് ഫ്രാക്ഷൻ ആയിട്ട് പറയാം, പാക്കിംഗ് എഫിഷ്യൻസി ആയിട്ടും പറയാം. പാക്കിംഗ് ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ പാക്കിംഗ് എഫിഷ്യൻസി. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്യൂബിന്റെയും പാക്കിംഗ് ഫ്രാക്ഷനും പാക്കിംഗ് എഫിഷ്യൻസിയും കൂടെ കണ്ടുപിടിക്കും. സിമ്പിൾ ക്യൂബിന്റെ പാക്കിംഗ് ഫ്രാക്ഷൻ, FCCയുടെ പാക്കിംഗ് ഫ്രാക്ഷൻ, BCCയുടെ പാക്കിംഗ് ഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. യെസ്, ഇപ്പൊ നമ്മൾ ആദ്യം സിമ്പിൾ ക്യൂബിന്റെ കേസിൽ പാക്കിംഗ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പോകണം. നമുക്ക് സിമ്പിൾ ക്യൂബിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, എങ്കിലേ ചെയ്യാൻ പറ്റൂ. സിമ്പിൾ ക്യൂബിന്റെ ഇസഡ് വാല്യൂ എത്രയാണ്? 1 അല്ലേ? 1/8 വരുമ്പോഴത്തേക്ക് ഒരു യൂണിറ്റ്സ് എല്ലാം ഒറ്റ പാർട്ടിക്കിൾ ഉണ്ട്. അതിന് ഇസഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ്സ് എല്ലാം ഇസഡ്. സിമ്പിൾ ക്യൂബിന്റെ ഇസഡ് വാല്യൂ 1 ആണ്. അവിടെ ഏയോ ആണ് നമുക്ക് അപ്ഡേഷൻ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. അതാണ് ഞാൻ ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. സിമ്പിൾ ക്യൂബിക് കൺസിഡർ എ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ്സ് ഓഫ് എഡ്ജ് ലെങ്ത് എ എഡ്ജ് ലെങ്ത് ഉള്ള ഒരു സിമ്പിൾ ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കാം. ക്യാരിയിങ് പാർട്ടിക്കിൾസ് ഓഫ് റേഡിയസ് അതിനകത്തുള്ള പാർട്ടിക്കിളിന്റെ റേഡിയസ് ആണെന്ന് വിചാരിക്കുന്നത്. നമ്മൾ നേരത്തെ ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എങ്കിൽ ആദ്യം നമുക്ക് അവൈലബിൾ വോളിയം കണ്ടുപിടിക്കാം. നമ്മൾ അറിയാം അവൈലബിൾ വോളിയം എപ്പോഴും എ ക്യൂബ് ആയിരിക്കും. എ എഡ്ജ് ലെങ്ത് ഉള്ള ഒരു ക്യൂബിനെ സംബന്ധിച്ച് അതിന്റെ അവൈലബിൾ വോളിയം എ ക്യൂബ് ആയിരിക്കും. ഇനി ഒക്കുപ്പൈഡ് വോളിയം എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്ന് നമുക്കറിയാം? ഒരു പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിന്റെ റേഡിയസ് എത്ര? 6. അപ്പൊ അതിന്റെ ഒക്കുപ്പൈഡ് വോളിയം 4/3 ആയിരിക്കും. സ്ഫിയർ അല്ലേ? ഒരു സ്ഫിയർ. 6 റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒറ്റ പാർട്ടിക്കിളേ ഉള്ളൂ. 1 × 4/3 അതായത് 4/3 ആണ് ഒക്കുപ്പൈഡ് വോളിയം. അവൈലബിൾ വോളിയം എ ക്യൂബ്, ഒക്കുപ്പൈഡ് വോളിയം 4/3 ഇതിന്റെ റേഷ്യോ എടുക്കണം. റേഷ്യോ എടുക്കുമ്പോൾ കുഴപ്പം രണ്ട് ഇവിടുത്തെ വേരിയബിൾസ് എയിൽ കിടക്കുന്നു, അത് 6 കിടക്കും. അപ്പോൾ അതിനെ നമ്മൾ എ കൂടെ 6 മാറ്റി അതിന്റെ റേഷ്യോ എടുക്കാൻ പറ്റും. സെയിം വേരിയബിൾസ് വന്നാലേ റേഷ്യോ എടുക്കുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ. സോ എ 6 മാറ്റണം. അതിനാണ് നമ്മൾ മുമ്പ് പഠിച്ച കേസ്. സിമ്പിൾ ക്യൂബിന്റെ കേസ് A7 2R എന്ന് പഠിച്ചിട്ടുണ്ട്. സോ എക്ക് പകരം 2R എന്ന് കൊടുക്കാം. അപ്പോ എന്ത് വരും? അവൈലബിൾ വോളിയം എ ക്യൂബ് അല്ലേ? എ ക്യൂബ് ആണ്. അതിന് എക്ക് പകരം 2R എന്ന് കൊടുക്കാം. സിമ്പിൾ ക്യൂബിന്റെ A7 2R നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ 2R നമ്മൾ ക്യൂബ്, അതായത് 8R ക്യൂബ് ഉണ്ട്. സോ അവൈലബിൾ വോളിയം 8R ക്യൂബ്. 8R ക്യൂബ് വോളിയം അവിടെ അവൈലബിൾ ആണ് നമുക്ക് ടോട്ടൽ. അത് ഒക്കുപ്പൈ ചെയ്തേക്കുന്നത് 4/3 ക്യൂബ് ആണ്. എങ്കിൽ പാക്കിംഗ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. പാക്കിംഗ് ഫ്രാക്ഷൻ സമം വോളിയം ഒക്കുപ്പൈഡ് ഡിവൈഡഡ് ബൈ വോളിയം അവൈലബിൾ. ഒക്കുപ്പൈഡ് വോളിയം ആകെ എത്ര വോളിയം ഒക്കുപ്പൈ ചെയ്യുന്നുള്ളൂ? 4/3 ക്യൂബ് മാത്രമേ ഒക്കുപ്പൈ ചെയ്യുന്നുള്ളൂ തന്നെ. ഡിവൈഡഡ് ബൈ അവൈലബിൾ 8R ക്യൂബ് ആണ്. ഡിവൈഡഡ് ബൈ 8R ക്യൂബിന് ഇൻറ്റു 1/8R ക്യൂബ് എന്ന് കൊടുക്കാം. ഒക്കുപ്പൈഡ് വോളിയം 4/3 ക്യൂബ്, ഒക്കുപ്പൈഡ് വോളിയം 4/3 ക്യൂബ് ഡിവൈഡഡ് ബൈ 8R ക്യൂബ് എന്നാ പറയുന്നത്. ഡിവൈഡഡ് ബൈ 8R ക്യൂബിന് വരെ ഇൻറ്റു 1/8R ക്യൂബ് കൊടുക്കാം. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ എന്ത് ചെയ്യും? R ക്യൂബും ക്യാൻസൽ ആയി. 4 8 പെട്ടികളാക്കാൻ ബാക്കി 4 പെട്ടികൾ കിട്ടും. ഇപ്പൊ മോളിലാകെ വരുന്നത് പൈ മാത്രം വരും. താഴെ 3/2 π/6.
സോ പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 5/6. 5യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 3.14. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ 0.52 എന്ന് കിട്ടും. അപ്പോൾ സിമ്പിൾ ക്യൂബിന്റെ പാക്കിംഗ് ഫ്രാക്ഷൻ 0.52 ആണ്. പെർസെന്റേജിലാക്കി പാക്കിംഗ് എഫിഷ്യൻസി ആയിട്ട് പറഞ്ഞാൽ 52%. 100 പാക്കിംഗ് ഫ്രാക്ഷൻ 100 കൊണ്ട് വിളിച്ചാൽ പാക്കിംഗ് എഫിഷ്യൻസി ആയില്ലേ? ഇപ്പൊ 52% എന്ന് പറയാം. അതായത് ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 52% സ്പേസ് വോളിയം പാർട്ടിക്കിൾസ് ഓക്കുപൈ ചെയ്യുന്നു, ബാക്കി 48% അവിടെ ഫ്രീ ആയിട്ട് കിടക്കും. ഓക്കെ, ഇതേപോലെ നമുക്ക് FCCയും BCCയും കണ്ടുപിടിക്കാം. സോ നെക്സ്റ്റ് രണ്ടാമത്തെ FCC ഫേസ് ആൻഡ് ക്യൂബിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. Z = 4. FCCയിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെൽ 4 അല്ലേ? അതുപോലെ അടുത്ത റിലേഷൻ എന്നുള്ള റിലേഷൻ √2a = 4r ആണ്. ഇത് രണ്ടും ഓർത്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, FCCയുടെ അവൈലബിൾ വോളിയം എത്ര തന്നെയാണ്? A ക്യൂബ്. എഡ്ജ് ലെങ്ത് A ആണെങ്കിൽ അതിന്റെ അവൈലബിൾ വോളിയം A ക്യൂബ് തന്നെയാണ്. ഒക്കുപ്പയുടെ വോളിയത്തിൽ വ്യത്യാസമുണ്ട്. കാര്യം 4 പാർട്ടിക്കിളുണ്ട്. അപ്പോൾ ഒരു പാർട്ടിക്കിളിന്റെ 4/3πr³ വെച്ച് 4 ആകുമ്പോൾ 4 × 4/3πr³ 16πr³/3. 4 പാർട്ടിക്കിൾ ഉള്ളതുകൊണ്ട് 4 × 4/3πr³ എന്ന് വരും. അങ്ങനെ 16πr³/3. ഇനി ഒക്കുപ്പയുടെ വോളിയം R³ അവൈലബിൾ വോളിയം കൂടെ R³ മാറ്റണം. അതിനായിട്ട് നമ്മൾ റിലേഷൻ യൂസ് ചെയ്യും. എന്താ റിലേഷൻ? √2a = 4r. അപ്പൊ അന്ന് എക്ക് പകരം 4r/√2 കൊടുത്തൂടെ? സോ എക്ക് പകരം 4r/√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ 4r/√2 ഹോൾ ക്യൂബ് എന്ന് വന്നു. 4ന്റെ ക്യൂബ് 64, r³ ഡിവൈഡഡ് ബൈ √2ന്റെ ക്യൂബ് 2√2. നോട്ടൊന്നുമില്ലല്ലോ. 64 r³ ഡിവൈഡ് ബൈ 2√2. ഇതാണ് അവൈലബിൾ വോളിയം. ഒക്കുപ്പൈഡ് വോളിയം 16πr³/3. റേഷ്യോ ഫ്രാക്ഷൻ എടുക്കണ്ടേ? പാക്കിംഗ് ഫ്രാക്ഷൻ. അപ്പോൾ ഒക്കുപ്പൈഡ് വോളിയം 16πr³ ഡിവൈഡഡ് ബൈ 3 ആണ് ഒക്കുപ്പൈഡ് വോളിയം. ഡിവൈഡഡ് ബൈ അവൈലബിൾ വോളിയം ആണ്. അതിന് പകരം ഇൻറ്റു അതിന്റെ റെസിപ്രോക്കൽ. ഒക്കുപ്പൈഡ് വോളിയം ഡിവൈഡഡ് ബൈ അവൈലബിൾ വോളിയം. അപ്പം അവൈലബിൾ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിന്റെ റെസിപ്രോക്കൽ ഏതായത് 2√2/64 r³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തൊക്കെ ക്യാൻസൽ ആവും? r³ ക്യാൻസൽ ആവും. 16 64 ക്യാൻസൽ ആയിട്ട് 4 അല്ലേ? ഇനി 2 4 കൂടെ ക്യാൻസൽ ചെയ്തത് താഴെ 2. സോ മോളിൽ π√2, താഴെ 3 × 2 6. π√2/6 അത് 0.74 ആണ്. പൈയുടെ വാല്യൂ √2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.74 ആണ് കിട്ടും. സോ പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് 0.74. പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 74%. ക്ലിയർ? അപ്പോൾ FCCയിൽ 74% വോളിയം ഒക്കുപ്പൈഡ് ആണ്. ബാക്കി 26% മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളത്. സിമ്പിൾ ക്യൂബിൽ 52% ആയിരുന്നു. ഓർമ്മയുണ്ടല്ലോ. നെക്സ്റ്റ് മൂന്നാമത്തേത് BCC, ബോഡി സെന്റേർഡ് ക്യൂബ്. യെസ്, നൗ BCC, ബോഡി സെന്റേർഡ് ക്യൂബ് അല്ലേ? ബോഡി സെന്റേർഡ് ക്യൂബിന്റെ കേസ് നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് Z വാല്യൂ 2 ആണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെൽ 2 ആണ്. നമ്മൾ പഠിച്ചു 1/8 × 8 + 1 2 ആണ്. പിന്നെ റിലേഷൻ A റിലേഷൻ √3a = 4 ആണ്. അറിയാലോ. ആദ്യം വോളിയം അവൈലബിൾ A എഡ്ജ് ലെങ്തുള്ള ക്യൂബിന്റെ വോളിയം A ക്യൂബ് തന്നെയാണ്. സോ A ക്യൂബ്. ഒക്കുപ്പൈഡ് വോളിയം 2 പാർട്ടിക്കിൾ ഉള്ളതുകൊണ്ട് 2 × 4/3πr³, അതായത് 8πr³/3. ഇനി ഇവിടെ R³ ഇവിടെ A ക്യൂബ്. A കൂടെ R കൊണ്ട് മാറ്റാൻ വേണ്ടി നമ്മൾ റിലേഷൻ യൂസ് ചെയ്യുന്നു. √3a = 4r. അന്ന് A = 4r/√3. അതിന്റെ ക്യൂബ് എടുക്കുമ്പോൾ 64 r³ ഡിവൈഡ് ബൈ 3√3 വരും. ഇനി പാക്കിംഗ് ഫ്രാക്ഷൻ സമം ഒക്കുപ്പൈഡ് വോളിയം ഡിവൈഡ് ബൈ അവൈലബിൾ വോളിയം. ഒക്കുപ്പൈഡ് വോളിയം 8πr³/3 the whole divided by available volume കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിന്റെ റെസിപ്രോക്കൽ 3√3/64 r³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തൊക്കെ ക്യാൻസൽ ആവും? r³ ക്യാൻസൽ ആവും. 3 ക്യാൻസൽ ആവും. 8 64 വേണ്ടിയിട്ട് 8 എന്താണ് 8? ഇനി മുകളിൽ വരുന്ന π√3 ഡിവൈഡ് ബൈ 8 എന്ന് വരും. അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. π√3/8 എന്ന് കിട്ടും. അതിന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചു നോക്കുക. 3.14 √3 കൊടുക്കുക /8 അടിക്കുക. ഫ്രാക്ഷൻ അതിനെ 100 കൊണ്ട് വിളിക്കുമ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി കിട്ടും. പാക്കിംഗ് ഫ്രാക്ഷൻ കിട്ടിയിട്ട് അതിനെ 100 കൊണ്ട് വിളിക്കുമ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി കിട്ടും. എത്ര കിട്ടുന്നു ചെയ്യുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. അപ്പോൾ നമ്മൾ യൂണിറ്റ് സെൽസിനെ കുറിച്ച് 3 ടൈപ്പ് ക്യൂബിക് യൂണിറ്റ് സെൽ, സിമ്പിൾ ക്യൂബ്, FCC, BCC, അതിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതിന്റെ എഡ്ജ് ലെങ്ത് റേഡിയസ് തമ്മിലുള്ള റിലേഷൻ, അതിന്റെ പാക്കിംഗ് ഫ്രാക്ഷൻ, പാക്കിംഗ് എഫിഷ്യൻസി, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ.
നാലാമത്തെ വീഡിയോ. ഇത് നമ്മൾ ക്ലോസ് പാക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ക്ലോസ് പാക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, അതായത് സോളിഡിനകത്ത് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, അത് ആറ്റമോ മോളിക്യൂളോ അയോണോ എന്ത് തന്നെ ആയാലും ക്ലോസ്ലി പാക്ഡ് ആണ്, ഗ്യാപ്പില്ലാതെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്. അതിനെ ക്ലോസ് പാക്കിംഗ് എന്നാണ് പറയുന്നത്. ഇതിന് എന്ത് ആകൃതിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിന്? സ്ഫെറിക്കൽ ഷേപ്പാണ്. ആറ്റം ആയാലും അയോണായാലും മോളിക്യൂളായാലും അതിനെ സ്ഫിയറുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഗോളമാണ്. അപ്പോൾ അത് അടുക്കുന്ന രീതിക്കാണ് ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ ചോയ്സ് ഒന്നുമില്ല. സ്ഫിയേഴ്സിനെ ഇങ്ങനെ തൊട്ട് ഒരു റോ പോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഒരൊറ്റ രീതിയിലുള്ള അറേഞ്ച്മെന്റ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. കാരണം വൺ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അതിന് നീളം മാത്രം വരത്തക്ക വിധത്തിലുള്ള പാക്കിംഗ് ആണ്, അതാ ലെങ്ത് മാത്രം വരത്തക്ക വിധത്തിൽ ഉള്ള പാക്കിംഗ് ആണ്. അതിനിങ്ങനെ സ്ഫിയർ തൊട്ട് അടുക്കുക എന്ന് പറഞ്ഞ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. രണ്ടാമത്തത് 2 ഡയമെൻഷണൽ പാക്കിംഗ്. അവിടെ നീളവും വരണം വീതിയും വരണം. അതായത് ഒരു റോ അടുക്കിയിട്ട് അതിന്റെ താഴെ അടുത്ത റോ അങ്ങനെ അടുക്കി പോകണം. അപ്പൊ നീളവും കിട്ടും വീതിയും കിട്ടും. അതാണ് 2 ഡയമെൻഷണൽ പാക്കിംഗ്. അത് 2 വിധത്തിൽ ചെയ്യാം. വൺ ഡയമെൻഷണൽ പാക്കിങ്ങിന് വേറെ ചോയ്സ് ഇല്ല, ഈ ഒറ്റ അറേഞ്ച്മെന്റ് മാത്രം. 2 ഡയമെൻഷണൽ പാക്കിംഗ് എത്ര വിധത്തിൽ ചെയ്യാൻ പറ്റും? 2 വിധത്തിൽ ചെയ്യാൻ പറ്റും. ഏതൊക്കെയത്? 2 ഡയമെൻഷണൽ പാക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ മെത്തേഡ് ഇങ്ങനെ ഫസ്റ്റ് റോ സ്ഫിയേഴ്സ് ഇങ്ങനെ അടുക്കിയിട്ട് അതിന്റെ നേരെ താഴെ, ഫസ്റ്റ് റോയിലുള്ള ഓരോ സ്ഫിയറിന്റെയും നേരെ താഴെ രണ്ടാമത്തെ റോ വരത്തക്ക വിധത്തിൽ അടുക്കി പോവാം. ഇതിന്റെ താഴെ ഇത്, ഇതിന്റെ താഴെ ഇത്, ഇതിന്റെ താഴെ ഇത്, അങ്ങനെ രണ്ടാമത്തെ റോയുടെ താഴെ മൂന്നാമത്തെ റോ, മൂന്നാമത്തെ താഴെ നാലാമത്തെ റോ, ഇങ്ങനെ അടുക്കി കഴിഞ്ഞാലുള്ള പ്രത്യേകത ഇതിന് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്താണ് ചെയ്യുന്ന കാര്യം? ഇതിനുള്ളിൽ ഏതെങ്കിലും ഒരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്താൽ അതുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന 4 സ്ഫിയർ കാണും. അതിൽ ആ സ്ഫിയറിൽ ടച്ച് ചെയ്തിരിക്കുന്ന 4 സ്ഫിയർ കാണും. ആ സ്ഫിയേഴ്സിന്റെ സെന്റേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സ്ക്വയർ. ഇതൊരു സ്ക്വയർ ഇല്ലേ? അതുകൊണ്ടാണ് അതിന് സ്ക്വയർ ക്രോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. സ്ക്വയർ ക്രോസ് പാക്കിംഗ്. കോർഡിനേഷൻ നമ്പർ 4 ആണ്. എന്താണ് കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ്. ഒരു സ്ഫിയറിനോട് തൊട്ട് നിൽക്കുന്ന അയൽപക്കത്ത് എത്ര സ്ഫിയർ ഉണ്ട്? തൊട്ട് നിൽക്കുന്ന സ്ഫിയറുടെ എണ്ണം. നമ്പർ ഓഫ് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ടു എ സ്ഫിയർ. നമ്പർ ഓഫ് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ടു എ സ്ഫിയർ ഈസ് കോൾഡ് ഇസ് കോർഡിനേഷൻ നമ്പർ. പാക്ക് ചെയ്ത് വരുമ്പം അതിനകത്തുള്ള ഓരോ സ്ഫിയറിനെയും നേരിട്ട് തൊട്ടിരിക്കുന്ന എത്ര മറ്റ് സ്ഫിയേഴ്സ് ഉണ്ട്, അതിനെയാണ് കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുക. ഇവിടെ നോക്കി, ഈ സ്ഫിയറിനെ ടച്ച് ചെയ്തുകൊണ്ട് 4 സ്ഫിയറുകളുണ്ട്. അതുകൊണ്ട് 4 സ്ഫിയറുകളുണ്ട്, കോർഡിനേഷൻ നമ്പർ 4. മാത്രമല്ല അതിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയും. ആ 4 സ്ഫിയേഴ്സും കൂടെ ജോയിൻ ചെയ്താൽ വിളിക്കട്ടെ സ്ക്വയർ. ഒരു സ്ക്വയർ പോലെ ഇരിക്കുന്നത് ആണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. അവിടെ ചെയ്തേക്കുന്നത് ഫസ്റ്റ് റോ സ്ഫിയേഴ്സ് അടുക്കിയിട്ട് അതിന്റെ ഡിപ്രഷനിൽ കുഴികളിൽ ഫസ്റ്റ് റോ ഉണ്ടോ, ഇത് ഫസ്റ്റ് റോയിലെ സ്ഫിയേഴ്സ് എന്ന് വിചാരിച്ചു. അത് ആ 2 സ്ഫിയർ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രഷനിലാണ് രണ്ടാമത്തെ റോ. ഈ രണ്ടും ചേരുന്ന ഡിപ്രഷനിൽ ഇത് രണ്ടും ചേരുന്ന ഡിപ്രഷനിൽ ഇത്. അങ്ങനെ ഫസ്റ്റ് റോ ഉണ്ടാക്കുന്ന ഡിപ്രഷനിൽ സെക്കൻഡ് റോ സ്ഫിയേഴ്സ്, സെക്കൻഡ് റോയുടെ ഡിപ്രഷനിൽ തേർഡ് റോ, തേർഡ് റോയുടെ ഡിപ്രഷൻസിലെ ഫോർത്ത് റോ, അങ്ങനെ അറേഞ്ച് ചെയ്ത് പോയാൽ തൊട്ട് മുമ്പത്തെ ലെയറിന്റെ ഡിപ്രഷൻസിലാണ് നെക്സ്റ്റ് ലെയർ വരുന്നത് എങ്കിൽ, തൊട്ടടുത്ത ലെയർ വരുന്നത് എങ്കിൽ ആ രീതിയിലുള്ള പാക്കിംഗ് കിട്ടും. പക്ഷെ അവിടെ നോക്കി ഇത് കണക്ക് ഏതെങ്കിലും ഒരു സ്ഫിയറിന്റെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സിന്റെ എണ്ണം എടുത്താൽ 4 ആയിരിക്കുമോ? ആയിരിക്കില്ല. പിന്നെ എത്രയായിരിക്കും നോക്കി, ഈ ഒരു സ്ഫിയറുമായിട്ട് ഇമ്മീഡിയറ്റ് കോണ്ടാക്ട് വരുന്ന 1, 2, 3, 4, 5, 6 സ്ഫിയർ ഉണ്ട്. ഓരോ സ്ഫിയറിനും ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സിന്റെ എണ്ണം 6 ആയിരിക്കും. അതുകൊണ്ട് അതിന്റെ കോർഡിനേഷൻ നമ്പർ 6 എന്ന് പറയും. അതൊരു ഹെക്സഗൺ പോലെ ഇരിക്കുന്നത് കൊണ്ട് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നും പറയും. ക്ലിയർ ആണോ? അപ്പൊ വൺ ഡയമെൻഷണൽ പാക്കിംഗിൽ വേറെ ചോയ്സ് ഒന്നുമില്ല. സ്ഫിയേഴ്സിനെ വെറുതെ ഒരു റോ പോലെ അടുക്കുക, അതാണ് വൺ ഡയമെൻഷണൽ പാക്കിംഗ്. ഒന്നും ചോദിക്കാനില്ല. 2 ഡയമെൻഷണൽ പാക്കിംഗ് 2 വിധത്തിലുണ്ട്. 2 ഡയമെൻഷനിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റോ സ്ഫിയറിന്റെ എക്സാക്ട്ലി ബിലോ ആയിട്ട് സെക്കൻഡ് റോ സ്ഫിയേഴ്സ്, അതിന്റെ എക്സാക്ട്ലി ബിലോ ആയിട്ട് തേർഡ് റോ സ്ഫിയേഴ്സ്, അങ്ങനെ അറേഞ്ച് ചെയ്യാം. അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ 4 ആയിരിക്കും. എന്താണ് ഈ കോർഡിനേഷൻ നമ്പർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്ഫിയേഴ്സ് വിച്ച് ആർ ഇൻ ഇമ്മീഡിയറ്റ് കോൺടാക്ട് വിത്ത് എ പർട്ടിക്കുലർ
ഇമ്മീഡിയറ്റ് കോണ്ടാക്ട് വരുന്ന മറ്റ് സ്ഫിയറുകളുടെ എണ്ണത്തെയാണ് കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുക. അതിവിടെ 4 ആയിരിക്കും. ഇനി അടുത്ത ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയുടെ ഡിപ്രഷനിൽ സെക്കൻഡ് റോയുടെ ഡിപ്രഷനിൽ തേർഡ് റോ എന്ന രീതിയിലാണ് അടുക്കുക. അപ്പം കോർഡിനേഷൻ നമ്പർ 6 കിട്ടും. അതിന് ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ് എന്നും പറയും. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഹെക്സാഗണൽ ക്ലോസ് പാക്കിങ്ങും ഇതും അത്ര ഭയങ്കര ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ കോർഡിനേഷൻ നമ്പേഴ്സ് മാത്രം ഓർത്തിരുന്നാൽ മതി, വേറെ ഒന്നും ചോദിക്കാനില്ല. ഇനി 3 ഡയമെൻഷണൽ പാക്കിംഗ് ആണ് നമുക്ക് പഠിക്കേണ്ടത് ശരിക്കും. കാര്യം 2 ഡയമെൻഷനൽ അല്ല, നമ്മൾ 3D ആയിട്ടുള്ള ക്രിസ്റ്റൽസിനെ കുറിച്ചാണ്, 3D ക്രിസ്റ്റൽ ലാറ്റിസിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ 3 ഡയമെൻഷണൽ പാക്കിംഗ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതേ കണക്കൊരു ലെയർ ആദ്യം ഉണ്ടാക്കിയിട്ട് അതിന്റെ മീതെ വീണ്ടും ഇതിങ്ങനെ ഒരു ലെയർ ആക്കി ഇതിന്റെ മീതെ അടുത്ത് ഇതിന്റെ മണ്ടയ്ക്ക് മീതെ അടുത്ത ലെയർ സ്ഫിയർ വയ്ക്കുന്നു. അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 3 ഡയമെൻഷനായി, നീളമായി വീതിയായി ഉയരമായി. അപ്പൊ ബേസ് ലെയർ എപ്പോഴും എങ്ങനെയായിരിക്കും? 3 ഡയമെൻഷണൽ പാക്കിങ്ങിൽ ബേസ് ലെയർ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കില്ല. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണെങ്കിൽ അതുകൊണ്ടല്ലേ ഒരുപാട് ഗ്യാപ്പൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് 3D ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ മീതെ അടുത്ത ലെയർ ഒന്നും വെക്കാൻ പറ്റില്ല, പ്രയാസമാണ്. സോ ഈ രീതിയിലുള്ള പാക്കിംഗ് എടുക്കില്ല, പകരം ഈ പാക്കിംഗ് ആയിരിക്കും. ലോവർ ലെയർ, ഫസ്റ്റ് ലെയർ, ഏറ്റവും അടിയിലുള്ള ലെയർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ഈ മാതിരി ഹെക്സഗണലി ക്ലോസ് പാക്ക് ആയിരിക്കും. ഇതേമാതിരി നീളവും ഇതേമാതിരി ആയിരിക്കും അതിന്റെ ലോവർ ലെയർ ഇരിക്കുന്നത്. ഇനി ഈ ലെയറിന് മീതെ നിങ്ങൾ ആലോചിക്കുക, ഒരു ലെയറിൽ ഇങ്ങനെ സ്ഫിയേഴ്സ് അടിക്കുക. നാരങ്ങയാണെന്ന് വിചാരിച്ചോ, ആ നാരങ്ങ നിങ്ങൾ നിലത്ത് പറക്കി അടിക്കുക. ആദ്യം ഒരു റോ വെച്ചു, അതിന്റെ ഡിപ്രഷന്റെ അടുത്ത റോ വെച്ചു, അങ്ങനെ വെച്ച് നിങ്ങൾ ഒരു ലെയർ ഉണ്ടാക്കി. ഇനി ആ ലെയറിന് മീതെ ഇനി അടുത്ത ലെയർ ബിൽഡപ്പ് ചെയ്യാൻ പോകും. അതെവിടെയായിരിക്കും വെക്കുന്നത്? ഈ 3 സ്ഫിയേഴ്സ് കണ്ടോ, 1 2 3 കൂടെ ഉണ്ടാക്കുന്ന ഒരു ഡിപ്രഷൻ കണ്ടോ? ഇങ്ങനെ നോക്കി 3 സ്ഫിയറുകൾ 3 വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ താഴത്തെ ലെയറിലുള്ള ഗ്രൗണ്ട് ലെയറിലുള്ള 3 സ്ഫിയറുകളാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ രണ്ടാമത്തെ ഡിപ്രഷനിലാണ് മൂന്നാമത്തെ ഇരിക്കുന്നത്. ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു ഡിപ്രഷൻ ഉണ്ടാവില്ലേ, ഒരു കുഴി ഉണ്ടാവില്ലേ? ഈ കുഴികളിലാണ് രണ്ടാമത്തെ ലെയർ പ്ലേസ് ചെയ്യുന്നത്. ഇതിനെ ട്രയാങ്കുലാർ ഡിപ്രഷൻസ് എന്നാ പറയുന്നത്. എന്തെന്ന് പറയും? ട്രയാങ്കുലാർ ഡിപ്രഷൻ. 1 2 3 3 വിരൽ ഇങ്ങനെ ചേർത്ത് വെക്കുക. 3ന്റെയും കൂടെ ആ നടുക്കുണ്ടാകുന്ന കുഴി, അതിനെയാണ് നമ്മളൊന്ന് വിളിക്കുക ട്രയാങ്കുലാർ ഡിപ്രഷൻസ്. അങ്ങനെ ഫസ്റ്റ് ലെയറിലുള്ള സ്ഫിയേഴ്സ് ഫോം ചെയ്യുന്ന ട്രയാങ്കുലാർ ഡിപ്രഷൻസിനാണ് സെക്കൻഡ് ലെയർ വയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ ഞാൻ പറഞ്ഞേ? 1 ഡയമെൻഷണൽ പാക്കിംഗ് ഓക്കെ, 2 ഡയമെൻഷണൽ പാക്കിംഗ് ഓക്കെ. ഇനി 3D പാക്കിംഗ് പറയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, 3 ഡയമെൻഷണൽ പാക്കിങ്ങിന്റെ ബേസ് ലെയർ എപ്പോഴും സ്ക്വയർ ക്ലോസ് പാക്ഡ് ആയിരിക്കോ, ഹെക്സഗണലി ക്ലോസ് പാക്ഡ് ആയിരിക്കോ? ഹെക്സഗണലി ക്ലോസ് പാക്ഡ് ആയിരിക്കും. ഇതിൽ ബിൽഡിംഗ് ഗ്യാപ്പ് നടക്കത്തില്ല. ഇതൊരുമാതിരി ഗ്യാപ്പൊക്കെ ഒരുപാടുള്ളതുകൊണ്ട്. അപ്പോൾ ലോവർ ലെയർ അല്ലെങ്കിൽ ബേസ് ലെയർ എപ്പോഴും ഹെക്സഗണലി ക്ലോസ് പാക്ഡ് ആയിരിക്കും. ഇനി ആ ലെയറിന് മീതെ അതിന്റെ കുഴികളിൽ ഫസ്റ്റ് ലെയർ സ്ഫിയേഴ്സ് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് ഗ്യാപ്പുകൾ ഉണ്ടാവും. അതാണ് ഞാൻ ഈ പറഞ്ഞത്. 3 വിരലുകൾ ചേർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 3 സ്ഫിയറിന്റെ ഇടയ്ക്ക് ഇത് കണക്കുള്ള കുഴികളുണ്ടാവും. ഇതാണോ 1 2 3 അതിനിടയിൽ ഉണ്ടാകുന്ന കുഴി ഇതായത് കണ്ടോ? അടുത്ത് വീണ്ടും 1 2 3 കണ്ടോ? വീണ്ടും 1 2 3 കണ്ടോ? അപ്പൊ 3 വീതം ടച്ചിങ് സ്പേസ് ചെയ്യുമ്പോഴത്തേക്ക് ട്രയാങ്കുലാർ ഡിപ്രഷൻസ് ഫോം ചെയ്യും. ആ ഡിപ്രഷൻസിലാണ് രണ്ടാമത്തെ ലെയർ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ 3 ഡയമെൻഷണൽ പാക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞ കാര്യം, ഗ്രൗണ്ട് ലെയർ അല്ലെങ്കിൽ ബേസ് ലെയർ ഹെക്സഗണലി ക്ലോസ് പാക്ഡ് ആയിരിക്കും. അതിന്റെ ട്രയാങ്കുലാർ ഡിപ്രഷൻസിൽ സെക്കൻഡ് ലെയർ സ്ഫിയേഴ്സ് ഉണ്ടാവും. രണ്ടാമത്തെ പാളിയിലുള്ള സ്ഫിയേഴ്സ് ഉണ്ടാവും. ഇനി മൂന്നാമത്തെ പാളി പ്ലേസ് ചെയ്യാൻ നേരത്ത് അവിടെ 2 ചോയ്സസ് ഉണ്ട്. മൂന്നാമത്തെ ലെയർ, ആദ്യത്തെ 2 ലെയറിലും വേറെ കാര്യമൊന്നുമില്ല. ബേസ് ലെയർ ഇതേമാതിരി ഹെക്സഗണലി ക്ലോസ് പാക്ഡ് ആയിരിക്കും. രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ഈ ബേസ് ലെയറിന്റെ ഡിപ്രഷൻസിലായിരിക്കും. ട്രയാങ്കുലാർ ഡിപ്രഷൻ, 3 വീതം ടച്ചിങ് സ്ഫിയേഴ്സിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷനാണ് ട്രയാങ്കുലാർ ഡിപ്രഷൻ. ആ ഡിപ്രഷനിൽ ആയിരിക്കും രണ്ടാമത്തെ ലെയർ സ്ഫിയേഴ്സ് അടുക്കിയിരിക്കുക. അത് 2 ലെയർ അടുങ്ങി കഴിയുമ്പോൾ അവിടെ 2 ടൈപ്പ് വോയിഡുകൾ ഉണ്ടാവും. VOID, വോയിഡ്, ഗ്യാപ്പ്. 2 ടൈപ്പ് വോയിഡ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ടെട്രാഹിഡ്രൽ വോയിഡും ഒക്ടാഹിഡ്രൽ വോയിഡും.
ആ വോയിഡ് എന്തൊക്കെയാണെന്ന്, രണ്ട് വോയിഡ് എങ്ങനെയാണെന്ന് ഇനിയിപ്പോൾ വഴിയെ ഞാൻ പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് പറയാൻ പറ്റുള്ളൂ. തൽക്കാലം നിങ്ങൾ ഓർത്തിരിക്കുക, ബേസ് ലെയർ ഹെക്സഗണലി ക്ലോസ് പാക്ഡ്, അതിന് തൊട്ട് മീതെ രണ്ടാമത്തെ ലെയറിന് വേറെ ചോയ്സ് ഒന്നുമില്ല. ട്രയാങ്കുലർ ഫസ്റ്റ് ലെയറിന്റെ ട്രയാങ്കുലർ ഡിപ്രഷൻസിൽ സെക്കൻഡ് ലെയർ. ഓക്കെ, ബേസ് ലെയർ അവിടെ ഉണ്ട്, അതിന്റെ ഡിപ്രഷൻസിൽ സെക്കൻഡ് ലെയർ ഉണ്ട്. തേർഡ് ലെയർ പ്ലേസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് രണ്ട് ചോയ്സസ് ഉണ്ടാവും. ഒന്നുകിൽ ടെട്രാഹിഡ്രൽ വോയിഡിന് മീതെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒക്ടാഹിഡ്രൽ വോയിഡിന് മീതെ പ്ലേസ് ചെയ്യാം. ടെട്രാഹിഡ്രൽ വോയിഡിന് മീതെയാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ തേർഡ് ലെയർ ഫസ്റ്റ് ലെയറിന്റെ ജസ്റ്റ് റെപ്പറ്റീഷൻ ആയിരിക്കും. ഫസ്റ്റ് ലെയറിലുള്ള സ്ഫിയറുകൾ എവിടെയൊക്കെ ഉണ്ടോ അതിന് നേരെ മുകളിൽ തേർഡ് ലെയറിലെ സ്ഫിയേഴ്സ് ഉണ്ടാവും. എവിടെ വെച്ചാൽ ടെട്രാഹിഡ്രൽ വോയിഡിൽ വെച്ചാൽ. ഫസ്റ്റ് ലെയർ എഗെയിൻ ഞാൻ പറയുന്നു, ഫസ്റ്റ് ലെയർ ഹെക്സഗണലി ക്ലോസ് പാക്ഡ്, അതിന് മീതെ സെക്കൻഡ് ലെയർ ഉണ്ട്. സെക്കൻഡ് ലെയർ വെച്ച് കഴിയുമ്പോൾ രണ്ട് ടൈപ്പ് വോയിഡ് അവിടെ ഉണ്ടാവും. സെക്കൻഡ് ലെയർ വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് രണ്ട് ടൈപ്പ് വോയിഡ് ഉണ്ടാകുന്നത്, ടെട്രാഹിഡ്രൽ വോയിഡും ഒക്ടാഹിഡ്രൽ വോയിഡും. അതിൽ ടെട്രാഹിഡ്രൽ വോയിഡിന് മീതെയാണ് നിങ്ങൾ തേർഡ് ലെയർ വയ്ക്കുന്നതെങ്കിൽ തേർഡ് ലെയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയറിന്റെ റെപ്പറ്റീഷൻ ആയിരിക്കും. തേർഡ് ലെയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയറിന്റെ റെപ്പറ്റീഷൻ ആയിരിക്കും. എന്നിട്ടോ ഫോർത്ത് ലെയറോ സെക്കൻഡിന്റെ റെപ്പറ്റീഷൻ ആയിരിക്കും. ഫിഫ്ത്ത് ലെയറോ വീണ്ടും ഫസ്റ്റിന്റെ റെപ്പറ്റീഷൻ ആയിരിക്കും. അങ്ങനെ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ, അത് കഴിഞ്ഞ് വരുന്ന തേർഡ് ലെയർ ഫസ്റ്റിന്റെ റെപ്പറ്റീഷൻ, പിന്നെ ഫോർത്ത് ലെയർ, പിന്നെ ഫിഫ്ത്ത് ലെയർ വീണ്ടും റെപ്പറ്റീഷൻ, അങ്ങനെ വരും. അതിന് നമ്മൾ എ ടൈപ്പ് പാക്കിംഗ് എന്ന് പറയും. എ ടൈപ്പ് പാക്കിംഗ് എന്നുവെച്ചാൽ ഫസ്റ്റ് ലെയർ എ, അതിന്റെ മീതെ രണ്ടാമത്തെ ലെയർ ബി, പിന്നെ വരുന്ന തേർഡ് ലെയർ ഫസ്റ്റിന്റെ റെപ്പറ്റീഷൻ ആയിട്ട് വരും, പിന്നെ വരുന്ന ഫോർത്ത് ലെയർ വീണ്ടും സെക്കൻഡിന്റെ ബിയുടെ റെപ്പറ്റീഷൻ, വീണ്ടും എ ബി എന്ന സീക്വൻസിൽ വരും. എ ബി ടൈപ്പ് പാക്കിംഗ് അല്ലെങ്കിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് 2 ഡയമെൻഷനിൽ നമ്മൾ കേട്ടു, സ്ക്വയറും ഹെക്സഗണലും. അതല്ല, ഇത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ, HCP എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാം. വലുതായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല, കാരണം ഇങ്ങനെ പാക്ക് ചെയ്താൽ ഫോം ചെയ്യുന്ന യൂണിറ്റ് സെല്ല്, ക്യൂബിക് യൂണിറ്റ് സെല്ലല്ല ഉണ്ടാവുന്നത്, ഹെക്സഗണൽ യൂണിറ്റ് സെല്ലാണ്. നമ്മൾ 7 ടൈപ്പ് യൂണിറ്റ് സെല്ല് ഞാൻ 4 പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ പറഞ്ഞു? ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, ട്രൈക്ലിനിക് പറഞ്ഞു. എന്നിട്ട് പറയാതെ വിട്ടതിൽ ഒരെണ്ണമായിരുന്നു ഹെക്സഗണൽ. ആ ഹെക്സഗണൽ ആകൃതിയുള്ള യൂണിറ്റ് സെല്ലാണ് ഈ രീതിയിൽ അടുക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഈ രീതിയിൽ അടുക്കി വെച്ച് പോയി ആ ലാറ്റിസ് ഫോം ചെയ്താൽ ആ ലാറ്റിസിനകത്ത് നിങ്ങൾ സങ്കല്പിക്കുന്ന യൂണിറ്റ് സെല്ലിന് ഒരിക്കലും ക്യൂബിന്റെ ആകൃതി ആയിരിക്കില്ല, പകരം ഹെക്സഗണലിന്റെ ആകൃതി ആയിരിക്കും. സോ ഹെക്സഗണൽ യൂണിറ്റ് സെല്ലായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിന് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നും പറയും. എ ബി ടൈപ്പ് പാക്കിംഗ് അല്ലെങ്കിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഏത് വോയിഡിന് മീതെ വെച്ചാലാണ്? ടെട്രാഹിഡ്രൽ വോയിഡിന് മീതെ. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ ബേസ് ലെയർ ഇങ്ങനെ പാക്ക് ചെയ്തു, എന്നിട്ട് അതിന്റെ ട്രയാങ്കുലാർ ഡിപ്രഷൻസിൽ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്തു. അതുവരെ വ്യത്യാസമില്ല. ഫസ്റ്റ് ലെയർ ഹെക്സഗണലി ക്ലോസ് പാക്ഡ് ചെയ്തു, സെക്കൻഡ് ലെയർ ട്രയാങ്കുലാർ ഡിപ്രഷൻസിൽ പ്ലേസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇനി തേർഡ് ലെയർ വയ്ക്കാൻ നേരം 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ടെട്രാഹിഡ്രൽ വോയിഡിന് മീതെ വെക്കുക, അല്ലെങ്കിൽ ഇവിടെ വെക്കുക ഒക്ടാഹിഡ്രൽ വോയിഡിന് മീതെ. നിങ്ങൾ ടെട്രാഹിഡ്രൽ വോയിഡിന് മീതെ വെച്ചപ്പോഴാണ് എ ബി ടൈപ്പ് അല്ലെങ്കിൽ HCP ഫോം ചെയ്തത്, അല്ലേ? ഇനി നിങ്ങൾ ടെട്രാഹിഡ്രൽ വോയിഡിന് മീതെ വയ്ക്കുന്നില്ല, ഒക്ടാഹിഡ്രൽ വോയിഡിന് മീതെയാണ് തേർഡ് ലെയർ വയ്ക്കുന്നതെങ്കിലോ തേർഡ് ലെയർ ഒരു ഡിഫറന്റ് ലെയർ ആയിരിക്കും. ആദ്യത്തെ 2 ലെയറിനെ പോലെ ആയിരിക്കില്ല, വ്യത്യസ്തമായ ഒരു ലെയർ ആയിരിക്കും തേർഡ് ലെയർ. ഇപ്പൊ ഫസ്റ്റ് ലെയർ എ ആണെങ്കിൽ സെക്കൻഡ് ലെയർ ബി, തേർഡ് ലെയർ സി, വേറൊരു ലെയർ. പക്ഷെ ഫോർത്ത് ലെയർ, തേർഡ് ലെയർ വെച്ചിട്ട് പിന്നെ നിങ്ങൾ അതിന്റെ ഒക്ടാഹിഡ്രൽ വോയിഡിന് മീതെയാണല്ലോ അടുത്ത ഫോർത്ത് ലെയർ വെക്കാൻ പോകുന്നത്. അങ്ങനെ വെക്കുമ്പോൾ ഫോർത്ത് ലെയർ ഫസ്റ്റിനെ റെസംബിൾ ചെയ്യും. മനസ്സിലായോ? ഫസ്റ്റ് ലെയർ എ, സെക്കൻഡ് ലെയർ ബി, നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന തേർഡ് ലെയർ വേറൊരു ലെയർ സി ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന ഫോർത്ത് ലെയർ ഫസ്റ്റിന് റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് അതിനെ എ ബി സി, വീണ്ടും എ ബി സി എ ടൈപ്പ് പാക്കിംഗ് എന്ന് പറയും. എ ബി സി എ ടൈപ്പ് പാക്കിംഗ് അല്ലെങ്കിൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഇവിടെ ക്യൂബാണ് ഫോം ചെയ്യുന്നത്, ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഓക്കെ, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറയും.
മനസ്സിലായോ? അപ്പോൾ 3 ഡയമെൻഷണൽ പാക്കിംഗ് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഫസ്റ്റ് രണ്ടെണ്ണം ഞാൻ പറയുന്നില്ല. ഇനി 3 ഡയമെൻഷണൽ പാക്കിംഗ് പറയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഇത് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യമാണ്. ടെക്സ്റ്റിൽ കുറച്ച് സർക്കിൾസ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ വരച്ച് കാണിക്കാനൊക്കെ വലിയ പ്രയാസമാണത്. ഒരു ലെയർ വെച്ച് അതിന്റെ മീതെ രണ്ടാമത്തെ ലെയർ വരെയൊക്കെ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവും. പക്ഷെ അതിന്റെ മണ്ടയിൽ 3rd ലെയർ വയ്ക്കുമ്പം ഏത് സ്ഫിയർ, ഓരോ ഫസ്റ്റ് ലെയറിലെ സ്ഫിയർ ഏത്, സെക്കൻഡ് ലെയർ വെച്ചത് ഏത്, 3rd ലെയർ വെച്ചത് ഏത് ഒന്നും അറിയാൻ പറ്റാതെ പോകും. അതുകൊണ്ടാണ് വരയ്ക്കാത്തത്. നിങ്ങളിങ്ങനെ ഓർത്തിരിക്കുക. 3 ഡയമെൻഷണൽ പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബേസ് ലെയർ എപ്പോഴും ഹെക്സഗണലി ക്ലോസ് പാക്ഡ് ആയിരിക്കും. ഇതുപോലെ അതിന്റെ ട്രയാങ്കുലാർ ഡിപ്രഷനിൽ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യും. എന്നിട്ട് 3rd ലെയർ പ്ലേസ് ചെയ്യാൻ നേരത്തെ 2 ചോയ്സസ് ഉണ്ട്. യു ക്യാൻ പ്ലേസ് ദ 3rd ലെയർ സ്ഫിയേഴ്സ് either in tetrahedral voids or in octahedral voids. If you are placing the 3rd layer spheres in tetrahedral voids, then the 3rd layer will be the repetition of the first. 4th layer will be the repetition of second, and so on. This type of packing is called ABA type packing or hexagonal close packing, because അവിടെ ഫോം ചെയ്യുന്ന യൂണിറ്റ് സെല്ല് ഹെക്സഗണൽ യൂണിറ്റ് സെല്ലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി, ചോദിക്കില്ല ഡീറ്റെയിൽഡ് ആയിട്ട്. ഇനി ഒക്ടാഹെഡ്രൽ അപ്പൊ അത് കഴിഞ്ഞു. ഇനി if the 3rd layer spheres are arranging over the octahedral depressions അല്ലെങ്കിൽ octahedral voids. 2 ടൈപ്പ് വോയിഡ് എന്ന് വെച്ചാൽ ഗ്യാപ്പാണ് കേട്ടോ. വോയിഡ് എന്ന് പറയുന്ന സാധനം ഗ്യാപ്പാണ്. ഒക്ടാഹെഡ്രൽ വോയിഡിന് മീതെയാണ് VOID വോയിഡ്. ഒക്ടാഹെഡ്രൽ വോയിഡിന് മീതെയാണ് 3rd ലെയർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ 3rd layer will be a different one, but 4th layer resembles first, 5th layer resembles second, 6th layer resembles third, and so on. 4th layer different, 3rd layer different ആയിരിക്കും. പക്ഷേ 4ാമത്തെ ലെയർ ഫസ്റ്റിന് റിപ്പീറ്റ് ചെയ്യും, 5ാമത്തെ ലെയർ സെക്കൻഡിന്റെ റെപ്പറ്റീഷൻ ആയിരിക്കും, 6ാമത്തെ ലെയർ 3rd റെപ്പറ്റീഷൻ ആയിരിക്കും, ആൻഡ് സോ ഓൺ. അങ്ങനെ പോകും. അതിന് ABC ടൈപ്പ് പാക്കിംഗ് ഓർ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറയും. ഓക്കെ, ഇവിടെ ഫോം ചെയ്യുന്ന യൂണിറ്റ്സിൽ ക്യൂബാണ്, ക്യൂബിക്കാണ്. അതുകൊണ്ട് ഇത് ഓർക്കണം. എന്ത് ക്യൂബാണ് ഉണ്ടാവുക? 3 ടൈപ്പ് ക്യൂബ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പ്രിമിറ്റീവ് ക്യൂബ്, FCC, BCC. ഏത് ക്യൂബാണ് ഉണ്ടാകുന്നതെന്ന് അറിയോ? FCC ആണ്. ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന യൂണിറ്റ് സെല്ല് FCC യൂണിറ്റ് സെല്ലാണ്. പോയിന്റ് ആയിട്ട് പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് ഈ ഡാറ്റ. ഓർത്തിരിക്കുക, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ ABC ടൈപ്പ് പാക്കിങ്ങിന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന യൂണിറ്റ് സെല്ല് ക്യൂബിക് ആണെന്ന് ഓർത്തിരിക്കാൻ ആരെയും ഹെൽപ്പ് വേണ്ട. ബിക്കോസ് പേര് തന്നെയുണ്ട് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. എന്ത് ക്യൂബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ് സെന്റേഡ് ക്യൂബാണ്. അതെങ്ങനെ വന്നു എന്നൊന്നും ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിക്കുമ്പോഴത്തേക്ക് ക്ലിയർ ആവുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് നടക്കുമ്പോൾ റിസൾട്ട് ചെയ്യുന്നത് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. എന്ത് ക്യൂബ്? FCC, ഫേസ് സെന്റേഡ് ക്യൂബ്. ഇനി വേറൊരു കേസ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കേസ് എന്ന് പറയുന്നത്, ഇവിടെ ഇതിന്റെ ഞാൻ പറഞ്ഞു കോർഡിനേഷൻ നമ്പറിൽ വ്യത്യാസമുണ്ട്. അത് കണക്ക് ഇതിന്റെ കോർഡിനേഷൻ നമ്പേഴ്സിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. രണ്ടിന്റെയും കോർഡിനേഷൻ നമ്പർ 12 ആണ്. ഒരേ കോർഡിനേഷൻ നമ്പറാണ് രണ്ടുപേർക്കും. 12 ആണ് കോർഡിനേഷൻ നമ്പർ. അതായത് ഇങ്ങനെ അടുക്കി കഴിഞ്ഞാൽ മധ്യത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഫിയർ നോക്കിയാൽ അതിന്റെ ചുറ്റാകെ 12 സ്ഫിയർ ടച്ച് ചെയ്തിരിപ്പുണ്ട്. എങ്ങനെയാ 12 ടച്ച് ചെയ്യുന്നത് അറിയാമോ? 6 സ്വന്തം ലെയറിൽ. അതുകൊണ്ട് ഇത് കണക്ക് സ്വന്തം ലെയർ തന്നെ 6 കാണും. പിന്നെ 3 മുകളിലത്തെ ലെയറിലും 3 താഴത്തെ ലെയറിലും. പിന്നെ താഴെ വരുന്ന ലെയറിലും താഴെ മുകളിലും ഒക്കെ ലെയർ വരുമല്ലോ. എങ്ങനെയായാലും നിങ്ങളിങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓരോ സ്ഫിയറിനും 12 നെയ്ബേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ 12 ആണ് രണ്ടിന്റെയും. അതിപ്പോ ABA ആയാലും ABC ടൈപ്പ് ആയാലും കോർഡിനേഷൻ നമ്പർ 12 ആണ്. അതുപോലെ 2 ഈക്വലി എഫിഷ്യന്റ് ആണ്. കോർഡിനേഷൻ നമ്പർ 12 ആണ്, അതുപോലെ ഈക്വലി എഫിഷ്യന്റ് ആണ്. കോർഡിനേഷൻ നമ്പർ 12 ആണ്. എഫിഷ്യന്റ് എന്ന് വെച്ചാൽ എന്താ? എഫിഷ്യൻസി എന്ന് വെച്ചാൽ അതിനകത്ത് പാർട്ടിക്കിൾസിന്റെ ഒക്കുപ്പൈ ചെയ്യാനുള്ള, അതായത് പാക്കിംഗ് ഫ്രാക്ഷൻ. നമ്മൾ പറഞ്ഞില്ലേ പാക്കിംഗ് എഫിഷ്യൻസി 74%. മറ്റേ നമ്മൾ പഠിച്ചു. ഫേസ് സെന്റേഡ് ക്യൂബിന്റെ പാക്കിംഗ് എഫിഷ്യൻസി നമ്മൾ പഠിച്ചു 74% ആണ്. ഇവിടെ CCPയുടെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന യൂണിറ്റ് സെല്ല് ഏതാണെന്ന് പറഞ്ഞു? ഫേസ് സെന്റേഡ് ക്യൂബ് അല്ലേ. അപ്പൊ അതിന്റെ എഫിഷ്യൻസി എത്രയായിരിക്കും? 74% ആയിരിക്കും. ആകെയുള്ള സ്പേസിന്റെ 74% പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്യും എന്നുള്ളതാണ്. അതേ സെയിം എഫിഷ്യൻസി തന്നെയാണ് ഈ ABA ടൈപ്പ് പാക്കിംഗ് അല്ലെങ്കിൽ ഹെക്സാഗണൽ ക്ലോസ് പാക്കിങ്ങിനുള്ളത്. അപ്പം 2 പാക്കിങ്ങും സെയിം കോർഡിനേഷൻ നമ്പർ ആണ്. കോർഡിനേഷൻ നമ്പർ 12 ഈക്വലി എഫിഷ്യന്റ് ആണ്. എഫിഷ്യൻസി വെച്ചാൽ 74%. ക്യൂബിക് ക്ലോസ് പാക്കിന്റെ എഫിഷ്യൻസി 74 എന്നറിയാലോ. സെയിം എഫിഷ്യൻസി തന്നെയാണ് HCPക്കും കാണുക. ഓക്കെ.
That's about close packing. ഇപ്പോൾ ക്ലോസ് പാക്കിംഗ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൽ 1 dimensional പാക്കിംഗ്, 2 dimensional പാക്കിംഗ്, പാക്കിംഗ് ഇൻ 3 dimension. 3 dimension ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കണം. അതിൽ 2 എണ്ണം ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആൻഡ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഇന്റർസ്റ്റീഷ്യൽ വോയിഡ്സ് എന്ന് പറയുന്ന ഒരു സെഷനാണ്. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു, ഈ ഫസ്റ്റ് ലെയർ പ്ലേസ് ചെയ്ത് അതിന്റെ മീതെ രണ്ടാമത്തെ ലെയറും കൂടെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ 2 ടൈപ്പ് വോയിഡ് ഉണ്ടാവും നമ്മൾ പഠിച്ചു. ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും. അതെന്തിനാണെന്ന് അറിയണ്ടേ? ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ വോയിഡ് സറൗണ്ടഡ് ബൈ 4 സ്ഫിയേഴ്സ്, 4 സ്ഫിയറുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന വോയിഡ് എന്ന് വെച്ചാൽ 3 ടച്ചിങ് സ്ഫിയർ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു ലെയറിലുള്ളതാണ്. നിങ്ങളുടെ 3 വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, തള്ളവിരലും പിന്നെയുള്ള 2 വിരലും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെയറിലെ 3 ടച്ചിങ് സ്ഫിയർ ആണെന്ന് വിചാരിച്ചു. അതിന്റെ മധ്യത്തിൽ ഒരു കുഴിയുണ്ടോ? ഉണ്ടല്ലോ. ആ കുഴിയിലേക്ക് 4മതൊരു സ്ഫിയർ, അത് വരച്ചിരിക്കുന്നതാ. 3 ടച്ചിങ് സ്ഫിയേഴ്സ് ഒരു ലെയർ ഇരിക്കുന്നു. ആ 3 ടച്ചിങ് സ്ഫിയേഴ്സിന്റെ മുകളില് 4മതൊരു സ്ഫിയർ വയ്ക്കുമ്പോൾ അടുത്ത ലെയറിലാണ്, നെക്സ്റ്റ് ലെയർ അടുത്ത ലെയറിലാണ്, മുകളിലത്തെ ലെയറിലാണ് ഒരു സ്ഫിയർ വയ്ക്കുമ്പോൾ. അപ്പൊ 3 ടച്ചിങ് സ്ഫിയർ ഉണ്ടാക്കുന്ന ട്രയാങ്കുലർ ഡിപ്രഷനിൽ 4മതൊരു സ്ഫിയർ പ്ലേസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ വോയിഡ് ഇൻസൈഡ്. അതിനകത്തൊരു വോയിഡ് ഉണ്ടാവും, ഒരു വേക്കന്റ് സ്പേസ് ഉണ്ടാവും. ആ വോയിഡിനെ വിളിക്കുന്ന പേരാണ് ടെട്രാഹെഡ്രൽ വോയിഡ്. മനസ്സിലായോ? ഇനി ഒരു വോയിഡിന്റെ ഇപ്പം വോയിഡ് സറൗണ്ടഡ് ബൈ 4 സ്ഫിയേഴ്സ്, മൊത്തം 4. താഴെയുള്ള 3 ടച്ചിങ് സ്ഫിയർ, പിന്നെ അതിന്റെ ആ ഗ്യാപ്പിൽ ആ 3 കൂടെ ഉണ്ടാക്കുന്ന ആ കുഴിയില് 4മതൊരു സ്ഫിയർ കൊണ്ടുവച്ചു. 4മതെണ്ണം കൊണ്ടുവച്ചു. ഇതാണ് ടെട്രാഹെഡ്രൽ വോയിഡ്. ഇനി ഒരു വോയിഡിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് അതിന്റെ റേഡിയസ് റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ് ഈ റേഡിയസ് റേഷ്യോ? ആ വോയിഡിന്റെ ഉള്ളിലെ റേഡിയസ്, വോയിഡിനകത്ത് വോയിഡിന്റെ റേഡിയസും ആ അടുക്കാൻ ഉപയോഗിക്കുന്ന സ്ഫിയറിന്റെ റേഡിയസും തമ്മിലുള്ള റേഷ്യോ. അതതിന്റെ വലിപ്പം അറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വലിപ്പം റേഡിയസ് വെച്ച് പറയാൻ പറ്റില്ല, റേഡിയസ് റേഷ്യോ വെച്ച് പറയാൻ പറ്റും. ഇപ്പൊ നമ്മള് ചെറിയ നാരങ്ങ, 3 നാരങ്ങ ചേർത്ത് വെച്ച് അതിന്റെ കുഴിയിൽ അത് 3 കൂടെ ചേർന്നുണ്ടാകുന്ന ആ കുഴിയിൽ 4മതൊരു നാരങ്ങ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഞ്ഞു വോയിഡായിരിക്കും. പക്ഷെ തണ്ണിമത്തനാണ് ആ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കുറെ കൂടെ വലിയ വോയിഡായിരിക്കും. അതുകൊണ്ട് ഉണ്ടാകുന്ന വോയിഡിന്റെ റേഡിയസ് പറയാൻ പറ്റില്ല, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ റേഡിയസ് റേഷ്യോ പറയാം. അതായത് വോയിഡിന്റെ റേഡിയസും സ്ഫിയറിന്റെ റേഡിയസും തമ്മിലുള്ള റേഷ്യോ എപ്പോഴും തുല്യമായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ചെറിയ സ്ഫിയർ ഉപയോഗിച്ചാൽ ചെറിയ വോയിഡ് ഉണ്ടാവും, അപ്പൊ റേഷ്യോ സെയിം. വലിയ സ്ഫിയർ ഉപയോഗിച്ചാൽ വലിയ വോയിഡ് ഉണ്ടാവും, അപ്പോഴും അതിന്റെ റേഷ്യോ എടുത്താൽ സെയിം ആയിരിക്കും. ഇപ്പം വോയിഡിന്റെ റേഡിയസ് പറയാൻ പറ്റില്ല, വോയിഡിന്റെ റേഡിയസ് റേഷ്യോ ആയിരിക്കും പറയാ. അതിനെ നമ്മൾ എന്താണ് റേഡിയസ് റേഷ്യോ? റേഡിയസ് ഓഫ് വോയിഡ് ബൈ റേഡിയസ് ഓഫ് സ്ഫിയർ. റേഡിയസ് ഓഫ് വോയിഡ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് സ്ഫിയർ. അവിടെ ഉണ്ടായ വോയിഡിന്റെ റേഡിയസും അടുക്കാൻ ഉപയോഗിച്ച സ്ഫിയറിന്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ അത് 0.225 ആയിരിക്കും. ടെട്രാഹെഡ്രൽ വോയിഡിന് ഓർക്കേണ്ടതാണ്. 0.225 ആണെങ്കിൽ അത് ടെട്രാഹെഡ്രൽ വോയിഡ് ആണ്. മനസ്സിലായോ? അപ്പൊ ടെട്രാഹെഡ്രൽ വോയിഡ് ഈസ് സറൗണ്ടഡ് ബൈ 4 സ്ഫിയേഴ്സ് ആൻഡ് റേഡിയസ് റേഷ്യോ 0.225. ഇനി അതേ കണക്ക് നമുക്ക് ഒക്ടാഹെഡ്രൽ വോയിഡിനെ കുറിച്ച് നോക്കാം. ഒക്ടാഹെഡ്രൽ വോയിഡിനെ കുറിച്ച് പറയുമ്പോൾ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് 6 സ്ഫിയേഴ്സിനിടയിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, 3 ടച്ചിങ് സ്ഫിയേഴ്സ് ഇങ്ങനെ ഒരു ലെയറിൽ ഇരിക്കുന്നു. 3 ടച്ചിങ് സ്ഫിയേഴ്സ്, 3 കൂടെ 3 പേര് ചേർത്ത് വെക്കുക. അതിന്റെ മീതെ അടുത്ത 3 എണ്ണം നേരെ മണ്ടയിൽ വെക്കരുത്, ഈ ഗ്യാപ്പിൽ. ഇത് 2 കൂടെ ഉണ്ടാക്കുന്ന ഗ്യാപ്പ് കണ്ടോ? ഈ ഗ്യാപ്പിൽ 1, ഇത് 2 ഉണ്ടാകുന്ന ഗ്യാപ്പിൽ ഇത് 2 ഉണ്ടാകുന്ന ഗ്യാപ്പിൽ 3. അങ്ങനെ 3 എണ്ണം വെക്കുമ്പോൾ വരച്ചേക്കുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 3 ടച്ചിങ് സ്ഫിയർ, 3 ആദ്യം ആ ഡോട്ടഡ് ലൈനിട്ട് വരയ്ക്കുന്നതല്ലാതെ ആദ്യം ആ തിക്ക് ലൈൻസ് ഇട്ട് വരച്ച് വെച്ചേക്കുന്നത് താഴെ ഇരിക്കുന്ന 3 ലെയറിലെ 3 സ്ഫിയറാണ്. ഒന്നിത്. ഇതിന്റെ മീതെ അടുത്ത 3 ലെയർ, 1, 2, 3 അടുത്ത 3 പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ടോട്ടൽ എത്രയായി? 6. താഴെ 3, മുകളിൽ 3. താഴത്തെ 3 സ്ഫിയേഴ്സിന്റെ മുകളിൽ 3 വേറെ സ്ഫിയേഴ്സ്, അടുത്ത ലെയറിലെ സ്ഫിയേഴ്സ് ഇരിക്കുന്നു. അങ്ങനെ 6 പേർക്കിടയിൽ ഉണ്ടാകുന്നതാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ടെട്രാഹെഡ്രൽ വോയിഡ് ആകുമ്പോഴത്തേക്ക് 3 സ്ഫിയറിന്റെ മണ്ടയിൽ ഒരു ഒറ്റയാണ്, അതിന്റെ കുഴിയുടെ മധ്യത്തെ ഒറ്റയാണ് വരും. പക്ഷേ ഒക്ടാഹെഡ്രൽ വോയിഡ് ആകുമ്പോൾ 3 ടച്ചിങ് സ്ഫിയേഴ്സ് താഴത്തെ ലെയറിൽ ഉണ്ടെങ്കിൽ അതിന് മീതെയും അതിന്റെ മുകളിൽ 3 സ്ഫിയേഴ്സ് തന്നെ കാണും. ആ 3 സ്ഫിയേഴ്സ് എങ്ങനെയായിരിക്കുന്നത്?
നേരെ മണ്ടയ്ക്കല്ല, പകരം ഒന്ന് അതിനിടയ്ക്കുള്ള ഗ്യാപ്പുകളിലേക്ക് ഇറങ്ങിയിരിക്കും. അപ്പൊ ടോട്ടൽ 6 സ്ഫിയേഴ്സ് ആയി. 6 സ്ഫിയേഴ്സിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന വോയിഡാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ റേഡിയസ് റേഷ്യോ എത്രയായിരിക്കും? 0.414. ഇത് കുറച്ചുകൂടെ വലിയ വോയിഡാണ്. കാര്യം എന്താ? മറ്റേത് 4 സ്ഫിയറിന്റെ ഇടയിൽ ഉണ്ടാകുന്ന വോയിഡല്ലേ, അപ്പൊ ചെറുതായിരിക്കും. ഇത് 6 സ്ഫിയറുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന വോയിഡാണ്. അപ്പോൾ കുറച്ചുകൂടെ വലിയ വോയിഡായിരിക്കും. അതിനാണ് നമ്മൾ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കുക. അതിന്റെ റേഡിയസ് റേഷ്യോ 0.414 ആയിരിക്കും. സോ 2 ടൈപ്പ് വോയിഡായി, ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും. ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ 4 സ്ഫിയേഴ്സിനിടയിൽ ഉണ്ടാകുന്നു. ഒക്ടാഹെഡ്രൽ വോയിഡ് 6 സ്ഫിയേഴ്സിനിടയിൽ ഉണ്ടാകുന്നു. ടെട്രാഹെഡ്രൽ വോയിഡിന്റെ റേഡിയസ് റേഷ്യോ 0.225, ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ റേഡിയസ് റേഷ്യോ 0.414. ഇനി അധികമായിട്ട് ഓർക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് നോട്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇഫ് n സ്ഫിയേഴ്സ് ആർ അണ്ടർ ക്ലോസ് പാക്കിംഗ്, മൊത്തം n സ്ഫിയേഴ്സ് ക്ലോസ് പാക്ക് ചെയ്താൽ എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും എന്നറിയാം? നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് 2n. നമുക്ക് തോന്നും 4 സ്ഫിയർ ചേരുമ്പോഴല്ലേ ഒരു വോയിഡ് ഉണ്ടാകുന്നത്. അപ്പൊ n സ്ഫിയേഴ്സ് ഉണ്ടെങ്കിൽ n/4 അല്ലേ എന്ന് തോന്നും. 4 സ്ഫിയർ ചേരുമ്പോൾ ഒരു വോയിഡ് ഉണ്ടാവും. അടുത്ത 4 ചേരുമ്പോഴത്തേക്ക് അല്ലേ പിന്നെ ഒന്നും കൂടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് n അല്ലേന്ന് തോന്നും, സോറി n/4 അല്ലേന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. 3 ടച്ചിങ് സ്ഫിയർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, 3 ടച്ചിങ് സ്ഫിയർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മണ്ടയിൽ 1 വയ്ക്കുമ്പോൾ ഒരു ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടായി. അതേ കണക്ക് അതിന്റെ താഴെ 1 വെച്ചാലും ഒരു ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടായി. ഇനി ഈ 3 ടച്ചിങ് സ്ഫിയേഴ്സിന്റെ ആ ഡിപ്രഷൻ ഇവിടെ മാത്രമല്ലല്ലോ, ഈ ഭാഗത്ത് മാത്രമല്ലല്ലോ, മുകളിലും ഡിപ്രഷനുണ്ട്, താഴെയും ഡിപ്രഷനുണ്ട്. മുകളിലത്തെ ഡിപ്രഷനിൽ വെച്ച് കഴിഞ്ഞാലും ഒരു ടെട്രാഹെഡ്രൽ വോയിഡായി, താഴത്തെ ഡിപ്രഷനിൽ വെച്ചാലും ടെട്രാഹെഡ്രൽ വോയിഡായി. ഇനി അടുത്ത ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാകാൻ വേണ്ടി ഇനി പുതിയൊരു സ്ഫിയർ ഒന്നും വേണ്ട, അത് ഒരെണ്ണം കൂടെ എന്നോട് ചേർത്ത് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് വീണ്ടും അതിന്റെ മുകളിലുണ്ടായി, താഴെ ഉണ്ടായി. സോ നമ്മൾ സ്ഫിയേഴ്സ് ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. അല്ലാതെ 4 സ്ഫിയർ ചേർന്ന് ഒരു വോയിഡ് ഉണ്ടായി ഒരറ്റത്ത്, പിന്നെ അതുമായിട്ട് ടച്ച് ചെയ്യാതെ വേറെ കുറെ അങ്ങനെയല്ല ഇരിക്കുന്നത്. ചേർന്നിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ സ്ഫിയറിനോടനുബന്ധിച്ചും 2 വോയിഡ് വെച്ചുണ്ടാവും, 2 ടെട്രാഹെഡ്രൽ വോയിഡ് വെച്ചുണ്ടാവും. അപ്പൊ n സ്ഫിയേഴ്സ് പാക്ക് ചെയ്താൽ 2n ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഫോം ചെയ്യും. ഒക്ടാഹെഡ്രൽ വോയിഡോ n തന്നെയായിരിക്കും. എത്ര സ്ഫിയർ പാക്ക് ചെയ്യുന്നോ അത്രയും ഒക്ടാഹെഡ്രൽ വോയിഡും ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ആദ്യം ഈ ഒരു കൺസെപ്റ്റ് അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ, അത് കഴിഞ്ഞിട്ട് ആ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ കഴിയുമ്പോൾ ഉണ്ടാകുന്ന യൂണിറ്റ് സെല്ല്, ആ യൂണിറ്റ് സെല്ലിൽ എവിടെയെല്ലാം ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും, എവിടെയെല്ലാം ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും, എന്നിട്ട് അതിന്റെ നമ്പരൊക്കെ കണ്ടുപിടിക്കുമ്പോഴേ ഇത് ശരിയായിട്ട് മനസ്സിലാവുള്ളൂ. പക്ഷെ അത്രയും ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇത് പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക, നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. n സ്ഫിയേഴ്സ് പാക്ക് ചെയ്താൽ ഉണ്ടാകുന്ന ടെട്രാഹെഡ്രൽ വോയിഡിന്റെ എണ്ണം 2n ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും ഇതെങ്ങനെയാണെന്നറിയോ? എയും ബിയും 2 ആറ്റംസ്, എയുടെ ആറ്റംസ് പാക്ക് ചെയ്തു, എന്നിട്ട് ബി അതിന്റെ ടെട്രാഹെഡ്രൽ വോയിഡിൽ കാണപ്പെടുന്നു എന്ന് പറയും. വാട്ട് ഈസ് ഇറ്റ്സ് ഫോർമുല? എന്തായിരിക്കും ഫോർമുല? എ പാക്ക് ചെയ്തു, എയുടെ എണ്ണം പറഞ്ഞിട്ടില്ല, അപ്പൊ എയുടെ എണ്ണം n എന്നെടുക്കാം. ബി അതിന്റെ ടെട്രാഹെഡ്രൽ വോയിഡിലുണ്ട്, അപ്പൊ എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും? അതിന്റെ ഇരട്ടി. അപ്പൊ ബി ഇരട്ടി കാണും, എയുടെ ഇരട്ടി ബി കാണുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഫോർമുല AB2 എന്നാണ് എന്നുള്ളത് ഓർക്കണം. മനസ്സിലായോ? ഇനി എ പാക്ക് ചെയ്തു, എന്നിട്ട് ബി ഒക്ടാഹെഡ്രൽ വോയിഡിൽ കാണപ്പെടുന്നു എങ്കിൽ ആ ക്രിസ്റ്റലിന്റെ ഫോർമുല പറയാൻ പറഞ്ഞ AB ആയിരിക്കും. കാര്യം എത്ര എ പാക്ക് ചെയ്തോ അത്രയും തന്നെ ഒക്ടാഹെഡ്രൽ വോയിഡേ ഉണ്ടാവും. n സ്ഫിയേഴ്സ് പാക്ക് ചെയ്താൽ n ഒക്ടാഹെഡ്രൽ വോയിഡേ ഉണ്ടാവും. അപ്പൊ എത്ര എ ആണോ പാക്ക് ചെയ്തത് അത്രയും ഒക്ടാഹെഡ്രൽ വോയിഡേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ഫോർമുല AB എന്നായിരിക്കും. എത്ര എ ഉണ്ടോ അത്രയും തന്നെ ബി കാണും. അപ്പൊ ആ രീതിയിലാണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞത്. ഇതേമാതിരി പ്രോബ്ലംസ് നമ്മൾ ഇനി ചെയ്തു തുടങ്ങും. പ്രോബ്ലം സെക്ഷൻ പിന്നീടാണ്, ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആ കാര്യം അവിടെയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മറന്നു പോകരുത്, പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് പഠിക്കുക. ദാറ്റ്സ് അബൌട്ട് എന്താണ് ക്ലോസ് പാക്കിംഗ് ആൻഡ് എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞ ഇൻറ്റർസ്റ്റീഷ്യൽ വോയിഡ്സ്. അത്രയും ഓർത്ത് വെച്ചേക്കുക. Thank you.